പിതാവിൽ പ്രിയം വെച്ച ദൈവസ്ഥനിൽ ചേർക്കപ്പെടുവാനിടയായി ഞങ്ങൾക്ക് ഇന്ന് പകൽക്കാലം മാന്യമായ യാത്രയും നൽകേണ്ടതിന് സൂക്ഷിക്കപ്പെട്ടിരുന്ന ബോഡിയും ഭവനത്തിലേക്ക് യാത്രയായി കടന്നു പോകുന്നു. കൃപ ഞങ്ങളെ പുതിയണമേ, കടക്കുന്ന ശുശ്രൂഷ അനുഗ്രഹമാക്കണമേ. തന്നയ്ക്ക് ദാനമായ മക്കളെയും പ്രിയപ്പെട്ടവരെയും സഹോദരങ്ങളെയും എല്ലാവരെയും ദൈവം ആശ്വസിപ്പിച്ചതിനായി നന്ദി പറയുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ യാത്രയിൽ സബലീകരണം നൽകണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പിതാവ് കഴിഞ്ഞ ദിവസം നിത്യദൈവശ്രമത്തിനായി കടന്നുപോയി. തൻ്റെ ഭൗതിക ശരീരം
മാന്യമായ നിലയിൽ യാത്രയപ്പ് നൽകേണ്ടതിന് നാം ഓർത്തയെ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയായിരുന്നല്ലോ. ഭവനത്തിലേക്ക് നാം പിതാവിൻ്റെ ഭൗതിക ശരീരമായിട്ട് കടന്നു വരുവാൻ ദൈവടിയാക്കി. നീ തൽപ്രതലമുറയായി ഞങ്ങളുടെ സംഗീതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായിരുന്ന നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുമ്പ് നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്ന് മരളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ആ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു. അത് രാവിലെ തഴിച്ചു വരുന്നു, വൈകുന്നേരം അതരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ അതിന് മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ അതിന് പ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. പിതാവിനോടുള്ള ബന്ധത്തിൽ 90 വയസ്സ് വരെയും ഈ ലോകത്തിൽ ജീവിക്കുവാൻ ദൈവം ഭാഗ്യം കൊടുത്തു, പദവി കൊടുത്തു. അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ കാണുവാൻ, ദൈവസ്നേഹം പങ്കിടുവാൻ, ദൈവസഭയ്ക്ക് ആദായം അനുഗ്രഹമായി മാറുവാൻ ദൈവം കൃപ ചെയ്തു. കഴിഞ്ഞ ദിവസം താൻ പ്രത്യാശ വെച്ച അതേ പർദീസയിലേക്ക് വിശ്രമത്തിനായി താൻ കടന്നുപോയി. ഭൗതികമായ ശരീരം പകൽക്കാലം മാന്യമായ ശുശ്രൂഷ നിർവഹിക്കപ്പെട്ട് ശുശ്രൂഷ നിർവഹിക്കപ്പെടുവാൻ നാം ആഗ്രഹിക്കുകയാണ്. ഒരുമിച്ച് കർത്താവിൽ പങ്കുചേരുവാൻ കർത്താവെ നൽകിയ അവസരത്തിനായി കർത്താവെ പിതാവ് വർഷങ്ങൾ 90 വയസ്സ് വരെയും കർത്താവ് ഭൂമിയിൽ ജീവിച്ച് കർത്താവെ ആലിയ പ്രത്യാശോധനമൊത്ത് അതേ ശ്രമിക്കുന്നല്ല കർത്താവെ ശുശ്രൂഷയിലാദിയോടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഭരിക്കുകയും സഹായിക്കുകയും ചെയ്യണം. പ്രാർത്ഥനയായ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ വലിയ നാമം തന്നെ. വിശ്വസ്തദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, രാവിലെ സമയത്തിനായിട്ട് നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ ദേശത്ത് ഞങ്ങളുടെ പ്രിയ പിതാവ് ദീർഘവർഷങ്ങൾക്ക് മുമ്പ് കടന്നു വരുവാൻ, ഈ ദേശത്ത് പാർക്കുവാൻ, ദൈവസ്നേഹം അറിയുവാൻ, ഒരു ദൈവവേദനായി തീരുവാൻ നീ അവസരം നൽകിയല്ലോ. ദൈവമേയുടെ കുടുംബജീവിതത്തിൽ ദൈവം 5 തലമുറകളെ ദാനമായി നൽകിയല്ലോ. 5 പേരും ദൈവം നിൽക്കുന്ന കാണുവാനുള്ള ഭാഗ്യത്തിനായി സ്തോത്രം. ശുശ്രൂഷകളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളിപ്പോൾ കർത്താവേ താൽക്കാലികമായി ഇവിടെ പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ഞങ്ങൾ ഒരുമിച്ച് കാണുന്ന സുഖമുണ്ടല്ലോ, അത് ഞങ്ങളുടെ പ്രത്യാശയായി തീരുവാൻ ശുശ്രൂഷകളെ ആദരിക്കും ഭക്തൻ കർത്താവിന് ക്രിസ്തുയേശുവിന്റെ വലിയ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നതും കേൾക്കണമേ പിതാവേ. ആശ്വാസപ്രദനായ ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തിനായിട്ട് നന്ദിയോടെ ഞങ്ങളെ വാഴ്ത്തുന്നു, ഞങ്ങളെ സ്തുതിക്കുന്നു.
ഈ പകലോടെ സന്നദ്ധിയിൽ ഞങ്ങൾക്കായി കൃപയും അവസരവും നൽകിയതിനായി തിരുനാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഞങ്ങളെ സ്തുതിക്കുന്നു നാഥ. കഴിഞ്ഞതായ 91 വർഷം ഈ ഭൂമിയിൽ ആയുസോടെ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ധനത്തോടെ ദൈവകൃപയോടെ ആയിരുന്നതാ ഞങ്ങളുടെ പ്രിയ അപ്പച്ചൻ കഴിഞ്ഞതായ ദിവസത്തിൽ ഭാര്യയിൽ ലോകത്തിൻ്റെ ഓട്ടമോടിച്ചതിനപ്പോൾ ഒരു ശ്രമത്തിനായി ആമേൻ അങ്ങ് തൻ്റെ ദാസനെ തിരികെ വിളിച്ചതിനായിട്ട് നന്ദിയോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു നാഥ. ഇന്ന് രാവിലെ ഭവനത്തിലേക്ക് ഈ ഭൂമിയിൽ വെച്ചത് എനിക്ക് അവസാനമായി ചെയ്യുവാൻ കഴിയുന്നതായ ശുശ്രൂഷയോടുള്ളതായ ബന്ധത്തിൽ ഈ ഭവനത്തിലേക്ക് തന്നതായ മനുഷ്യരീരം കൊണ്ടുവരുവാൻ ഈ അവസരത്തെ നൽകിയതിനായി നന്ദിയോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു നാഥ. ഇന്ന് ഞങ്ങളുടെ കർത്താവിൽ ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. ഞങ്ങളെ വിട്ട് വാങ്ങിപ്പോയതായ തന്റെ വിശുദ്ധന്മാരുടെ പുനരാഗമനത്തിൽ കാലം ദുരിക്കുമ്പോൾ ആമേ പുനരുദ്ധാന ശരീരത്തോടെ ഉയർത്തെഴുന്നേറ്റ് വരും തേജസ്സിന്റെ ശരീരത്തോടെ ഉയർത്തെഴുന്നേറ്റ് വരുമെന്നുള്ള പ്രത്യാശയോടെ തന്നെ ജനമായിരിക്കുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്ന നാഥ. ഹല്ലേലൂയ. പ്രിയ പിതാവിനെ ഒരു നോക്ക് കണ്ട യാത്ര പറയുവാൻ ആമേ കടന്നു വരേണ്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ഞങ്ങളുടെ നാടുകളെ എണ്ണിക്കൊണ്ട് ഞങ്ങളെ കടന്നു പോകുവാൻ സഹായിക്കും. ബുദ്ധനെ ഉയർത്തണം തന്നെ. ും
രക്ഷകൻ സംഗീതം ആനന്ദമൂട്ടൻ ആനന്ദല്ലോ. ദൈവത്തിന് പ്രസാദം തോന്നി. കായംകുളത്തിന് സമീപം പുതുപ്പള്ളി തോട്ടുകടവിൽ കുടുംബാംഗമായി ഡാനിയലിൻ്റെയും കൊച്ചുറാഹിലിൻ്റെയും 8 മക്കളിൽ മൂന്നാമനായി ജന്മം കൊണ്ട പ്രിയ പിതാവ് 54 വർഷമായി പുനലൂർ വട്ടമൺ പ്രദേശത്ത് വന്ന് പാർക്കുന്നതിനും മറിയാമ്മ എന്ന പ്രിയപ്പെട്ടവളെ വിവാഹം ചെയ്യുന്നതിനും അവരുടെ കുടുംബജീവിതത്തിൽ 5 മക്കളെ കർത്താവ് ദാനമായി നൽകുന്നതിനും ദൈവം സഹായിച്ചു. ദാനമായി നൽകിയ 5 മക്കൾക്ക് ദൈവദാനമായി 11 കൊച്ചുമക്കളെ ദാനമായി നൽകി. അവരുടെ 8 കൊച്ചുമക്കളെയും കാണുവാൻ പ്രിയ പിതാവിന് ദൈവം ഭാഗ്യം കൊടുത്തു. കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ 9:20 എന്ന സമയത്ത് താൻ പ്രിയം വെച്ച കർത്തൃസന്നിധിയിൽ തൻ്റെ 90ാമത്തെ വയസ്സിൽ പ്രവേശിക്കുവാൻ ദൈവമിടയാക്കി. വേർപാട് എല്ലാ നിലകളിലും വേദന ഉളവാക്കുന്നതാണ്. ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും വേർപെടുമ്പോൾ വേദന ഉളവാകും. എന്നാൽ നമ്മുടെ ഈ ശുശ്രൂഷകളിൽ നടത്തപ്പെടുന്ന ദൈവവചന ശുശ്രൂഷയും ദൈവവചന ചിന്തകളും നമുക്ക് പ്രത്യാശയും ധൈര്യവും നൽകി തരുന്നതാണ്. തൻ്റെ 3 പെൺമക്കൾ, അവരുടെ കുടുംബാംഗങ്ങൾ, 2 ആൺമക്കൾ, അവരുടെ കുടുംബാംഗങ്ങൾ, ദാനം കൊടുത്ത മക്കൾ, പ്രിയപ്പെട്ടവരൊക്കെ ഈ വേർപാടിൽ വേദനയിലായിരിക്കുന്നത്. നിങ്ങളെ സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ദൈവസ്തുതിയിൽ ഞാനും പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ട പിതാവിൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങളെ, കർത്താവിൽ പ്രിയമുള്ളവരെ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനം. വേർപാട് തീർച്ചയായിട്ടും ദുഃഖമുണ്ടാക്കുന്നതാണ്, വേദനയുളവാക്കുന്നതാണ്. നമ്മെ സ്നേഹിക്കുന്നവർ, നമ്മൾ സ്നേഹിച്ചവർ, നമ്മെ നേടിയവർ, വിശ്വാസത്തിൽ നമ്മോടൊപ്പം ഈ ലോകയാത്രയിൽ നമ്മോടൊപ്പം പോരാടിയവർ, നമ്മോട് കൂടെ ഉണ്ടായിരുന്നവർ, നമുക്ക് കൂട്ടായ്മ തന്നവർ പെട്ടെന്ന് ഈ ലോകം വിട്ട് മാറ്റപ്പെടുമ്പോൾ ആ വേദന പറഞ്ഞറിയാൻ സാധിക്കാതെ, എന്നാൽ ദൈവവചനം നമ്മെ ഓർമ്മിക്കുന്നത് നിങ്ങൾ ജാതികളെ പ്രത്യാശയില്ലാത്തവരായി കരയരുത് എന്നാണ്. എല്ലാവർക്കും ദൈവത്തിൻ്റെ ആശ്വാസം ലഭിക്കട്ടെ, പ്രത്യാശ നിലനിൽക്കുവാൻ ദൈവം തമ്പുരാൻ അവരെ സഹായിക്കട്ടെ. അന്ത്യത്തോളം ദൈവത്തോടുള്ള വിശ്വസ്തയിലും സ്നേഹത്തിലും പിതാവിൻ്റെ ജീവിതത്തിലൂടെ ലഭിച്ചിട്ടുള്ള നല്ല ഓർമ്മകൾ, നല്ല മാതൃകകൾ എന്ന് നിലനിർത്തി, സ്നേഹം ലഭിച്ചിട്ടുള്ള സാക്ഷ്യം, നല്ല മാതൃകകൾ അതൊക്കെ തലമുറകളിലേക്ക് പകർന്നു കൊടുത്ത് ഈ ഭൂമിയിൽ ഈ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ സഹായിക്കട്ടെ. നിലനിൽക്കുന്ന ശാശ്വതമായ സമാധാനം, സ്വർഗീയ സമാധാനം തന്നെ പ്രിയ മക്കൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ നന്മകൾക്കായി, അനുഗ്രഹങ്ങൾക്കായിട്ട് സ്തോത്രം. അവിടുത്തെ സൃഷ്ടിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ ജീവിതം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ദാനമായി നൽകിയതോർത്തുകൊണ്ട് ഞങ്ങൾ നിന്നെ തുടിക്കും. ഞങ്ങൾക്ക് ലഭിച്ച മാതാപിതാക്കൾ, ഞങ്ങൾ ജനിച്ച ഭവനം, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ സംസാരിക്കുന്ന ഭാഷ, ഞങ്ങളായിരിക്കുന്ന സമൂഹം, ഇവയൊന്നും ദൈവം തമ്പുരാനെ ഞങ്ങൾ തിരഞ്ഞെടുത്തതല്ല. പ്രിയപ്പെട്ട ദാസൻ്റെ പിതാവിൻ്റെ ശ്രേഷ്ഠമായ ജീവിതത്തിനായിട്ട് സ്തോത്രം. അയൽക്കാർക്ക് നല്ല സ്നേഹിതനായി ഈ ദേശത്തെ ഉത്തമ സാക്ഷ്യം നിർവഹിപ്പാൻ പ്രിയപ്പെട്ട മകനെ അവിടുന്ന് സഹായിച്ചതോർത്തുകൊണ്ട് സ്തോത്രം. ദൈവമായ കർത്താവെ, ഹാബേൽ വിശ്വാസത്താൽ ഇന്നും നമ്മോട് സംസാരിക്കുന്നു എന്ന തിരുവചനം ഞങ്ങളോട് അറിയിക്കുന്നുണ്ട്. വേദനയും രോഗവും മരണഭീതിയുമുള്ള ഒരു ലോകത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ, വേദനയില്ലാത്ത, പാപഭയമില്ലാത്ത, മരണഭയമില്ലാത്തൊരു ലോകത്തിലേക്ക് പ്രിയദാസൻ ചേർക്കപ്പെട്ടിരിക്കുന്നുവെന്നുള്ള പ്രത്യാശയോടുകൂടെ പ്രിയമകനെ യാത്രയാക്കുവാൻ പ്രിയമക്കൾ എല്ലാവരെയും ഇവിടുന്ന് സഹായിക്കണമേ. ഒരു ക്രിസ്തു വിശ്വാസിക്ക് ചേർന്ന മാനത്തോടുകൂടെ പ്രിയദാസനെ യാത്രയാക്കുമ്പോൾ ഈ ശുശ്രൂഷകളിലൊക്കെ അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. എല്ലാ നന്മകളാലും അവിടെ നിൻ്റെ മക്കളെ നിറയ്ക്കണമേ. നിത്യമായ സമാധാനത്തെ നിൻ്റെ മക്കളെ നിലനിർത്തണമേ.
ഈ കുടുംബത്തെ അവിടുന്ന് ഓരോ നിമിഷവും കാത്തുകൊള്ളണമേ. അവിടുന്ന് നാഥനായി കാന്തനായി ഈ ഭവനത്തെ അവിടുന്ന് സൂക്ഷിക്കണമേ. അവിടുത്തെ കൃപയിൽ നിലനിർത്തണമേ. അന്ത്യത്തോളം സ്നേഹത്തിൽ നിന്നുള്ള സ്നേഹത്തിൽ വളരുവാൻ, ഓരോ നിമിഷവും നിന്നുള്ള വിശ്വസ്തയിൽ ജീവിപ്പാൻ പ്രിയമക്കളെല്ലാവരും സഹായിക്കണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും എന്നേക്കും മഹത്വം ഉണ്ടാകേണ്ടത് തന്നെ. കർത്താവിൻ്റെ വേലയ്ക്ക് അനുഗ്രഹീതമായ നിലയിൽ നേതൃത്വം കൊടുക്കുവാൻ തന്റെ തലമുറകൾക്ക് ഈ അവസരം നൽകിയിരിക്കുന്നതുകൊണ്ട് ധാരാളം ദൈവദാസന്മാർ, ദൈവമക്കൾ വിവിധയിടങ്ങളിൽ നിന്ന് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ദൈവദാസന്മാർക്ക് അവസരങ്ങൾ ഞാൻ വേർതിരിക്കാൻ പോകുകയാണ്. പരിമിതമായ സമയങ്ങൾ കൊണ്ട് കൃത്യമായ സമയം ഭവനക്കാരും ദൈവസഭയും കൂടി ക്രമീകരിച്ചിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ഈ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കും. എല്ലാം ശബ്ദവും ക്രമമായിരിക്കണമല്ലോ. കർത്താവിൻ്റെ ദാസൻ എം എം മത്തായി അവർ മുൻപോട്ട് വന്ന് ചില വാക്കുകൾ ഓർപ്പിക്കും. വേണ്ട ദുഃഖം തല്ലുമേ ഉണ്ടു പ്രത്യാശയിന്തിനോ, വേണ്ട ദുഃഖം തല്ലുമേ ഉണ്ടു പ്രത്യാശയിന്തിനോ, കർത്തൻ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ പിതാവിൻ്റെ ദേഹവിയോഗത്തുള്ള ബന്ധത്തിൽ ദുഃഖത്തിലാകുന്ന തൻ്റെ മക്കൾ, ഓരോ കുടുംബങ്ങൾ, സഹോദരങ്ങൾ, ബന്ധുജനം, ഇവിടെ കടന്നു നിൽക്കുന്ന ബഹുമാന കർത്തൃദാസന്മാർ, ഇവിടെ ആകുന്ന പ്രിയപ്പെട്ടവരെ, ഈ പ്രിയ പിതാവിൻ്റെ ദേഹവിയോഗ ദുഃഖത്തിലാണെങ്കിലും പ്രത്യാശ നൽകുന്ന ഒരു കർത്താവ് ജീവിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14 വായിക്കുന്നല്ലോ, നിങ്ങളുടെ ഹൃദയം കരുകി പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമെന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കാൻ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടത്, പിന്നെയും വന്ന് നിങ്ങൾ എൻ്റെ അടുക്കൽ ചേർത്തോളും. പ്രത്യാശ ദൈവമായി കർത്താവ് തന്നിരിക്കുമ്പോൾ പ്രത്യാശ പുതുക്കിക്കൊണ്ട് മുൻപോട്ട് നീ മടങ്ങണം. ഏവരെയും കർത്താവിനെ സഹായിക്കട്ടെ, ആശ്വാസം കൊണ്ട് നൽകട്ടെ. എൻ്റെയും എൻ്റെ കുടുംബത്തിൽ ഞാനിപ്പോൾ കൊതിക്കൊടുത്താലും ആശ്വാസം പ്രത്യാശ വാക്കളിച്ചിരിക്കുന്നു. കർത്താവിനെ സഹായിക്കുമാറാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പ്രിയ പിതാവിനെ ഭൂമിയിൽ ദൈവം അനുവദിച്ചിരുന്ന സമയം കഴിഞ്ഞപ്പോൾ ദൈവം ഇവിടെ നിന്നും വിളിച്ചു ചേർത്തു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുന്നത് അത്യുത്തമമാണ്. ഇവിടെ നിന്ന് കഷ്ടതകളും രോഗവും ദുഃഖവും നെടുവീർപ്പും ഒന്നുമില്ലാത്ത ഒരു ലോകത്തേക്കാണ് അദ്ദേഹം മാറ്റപ്പെട്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും അവസാനിച്ച ഈ ഭൂമിയിൽ താൽക്കാലികമായി അവസാനിച്ച സമയം കഴിയുമ്പോൾ ഒരു മാറ്റപ്പെടുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. മാറ്റപ്പെടുന്നത് കഷ്ടതയില്ലാത്ത ഒരു ലോകത്തേക്കാണ്. ആ പ്രത്യാശയാൽ നമ്മളെ നിറയ്ക്കട്ടെ. ഈ കുടുംബത്തിലെ പാർക്കുന്നവരെ, അവരുടെ ബന്ധുക്കള്, ചാർച്ചക്കാര്, മിത്രങ്ങള്, ദേശവാസികൾ എല്ലാവരെയും ദൈവമായ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ ചെറുക്കുന്നു. ദൈവമായ കർത്താവ് ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വാത്സല്യ പിതാവിൻ്റെ ദൈവത്തോടുള്ള ബന്ധത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന ഭവനവാസികൾ, കർത്തൃദാസന്മാർ, സഭാജനങ്ങൾ, ദേശവാസികൾ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. മരണം എന്നത് എല്ലാവർക്കും ദുഃഖമുളവാക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ പ്രത്യേക ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട ദൈവമക്കളുടെ വേർപാടെന്നുള്ളത് വളരെ പ്രത്യാശ ഉളവാക്കുന്ന ഒരു അനുഭവമാണ്. വളരെ കഠിനാധ്വാനിയായ പ്രിയ പിതാവ് തൻ്റെ മക്കളെ വളർത്തുന്നതിൽ, ദൈവഭയത്തിലും ഭക്തിയിലും പത്യോപദേശത്തിലും വളർത്തുന്നതിൽ താൻ വളരെ ഉത്സാഹനായിരുന്നു. താൻ പലപ്പോഴും തൻ്റെ അനുഭവങ്ങൾ, കഴിഞ്ഞകാല അനുഭവങ്ങളൊക്കെ എന്നോട് പറയുവാനിടയായിട്ടുണ്ട്. ആ കാര്യങ്ങളൊന്നും ഞാനിവിടെ വിവരിക്കുന്നില്ല. എന്നാൽ അതിലുപരി ആത്മീയ നിലവാരത്തിൽ വലിയ കാഴ്ചപ്പാടോടുകൂടെ അത് കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ വളരെ ഉത്സുകനായിരുന്നു വാത്സല്യ പിതാവ്.
സ്തോത്ര, രോഗമില്ലാത്ത, ദുഃഖമില്ലാത്ത, വേദനയില്ലാത്ത, കണ്ണുനീരില്ലാത്ത നാട്ടിൽ അതേ ഹാലേലുയ എത്തപ്പെടുവാൻ കർത്താവ് പ്രിയ പിതാവിനിടയാക്കി 90 വർഷക്കാലം ഹാലേലുയ താൻ ഈ ദേശത്ത് പാർത്ത് ദൈവത്തെ ആരാധിപ്പാൻ എത്തുന്നു. അതേ ക്രിസ്തുവിൽ ജനിക്കുവാനും ക്രിസ്തുവിൽ ജീവിക്കുവാനും ക്രിസ്തുവിൽ മരിക്കുവാനുള്ള ഭാഗ്യം അതേ വാത്സല്യ പിതാവിന് കൊടുത്തിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ പിതാവിനെ വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശ അതേ നടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദുഃഖത്തിലിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് അതേ ഹല്ലേലൂയ എല്ലാവർക്കും സർവ്വരൂപാലുമായ കർത്താവ് ആശ്വാസവും പ്രത്യാശയും പകരപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഹല്ലേലൂയ എൻ്റെ ദുഃഖം അതേ ഹല്ലേലൂയ കുടുംബത്തിൻ്റെ ദുഃഖവും അതേ ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന പള്ളിക്കുടി സഭയുടേതായ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കും. കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വാത്സല്യ അപ്പച്ചനുമായിട്ട് ചില നാളുകൾക്ക് മുമ്പ് വളരെ ബന്ധം പുലർത്തുവാനും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാനും ഇടയായിട്ടുണ്ട്. ഈ കുടുംബത്തിൻ്റെ അവസ്ഥയിൽ പാസ്റ്റർ റോയ് ജോൺ അവർ UPF-ൻ്റെ പ്രസിഡൻ്റായി സേവനം ചെയ്യുന്ന സുദീർഘമായി ആ ശുശ്രൂഷ ചെയ്യുന്ന ഒരു കർത്തദാസനാണ്. ആ ബന്ധത്തിൽ പലപ്പോഴും അപ്പച്ചനെ കാണുവാൻ ഇടയായിട്ടുണ്ട്. എന്നാൽ ഈ ദേഹവിയോഗത്തുള്ള ബന്ധത്തിൽ എല്ലാവരും ദുഃഖിതരാണ്. അനേക കർത്തദാസന്മാരുടെ സാന്നിധ്യത്തിൽ, ദൈവമക്കളുടെ സാന്നിധ്യത്തിൽ സ്തേഫാനോസ്മാർ അടക്കം ചെയ്തു എന്നുള്ള ആ വചനപ്രകാരം തന്നെ നല്ലൊരു അന്ത്യയാത്ര ഒരുക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പച്ചൻ്റെ വേർപാട് മാനുഷികമായ രീതിയിൽ നമുക്ക് പ്രയാസമുണ്ടെങ്കിലും ഒരിക്കൽ തേജസ്സിൻ്റെ ശരീരം പ്രാപിച്ച് നിത്യതയിൽ വാസം ചെയ്യുമ്പോൾ നമ്മളും ആ രീതിയിൽ തന്നെ കർത്താവ് തന്ന അവസ്ഥയിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന അവസ്ഥയിൽ കർത്താവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുന്നുവെങ്കിൽ, ഒരു വീണ്ടും ജനനം പ്രാപിച്ച വ്യക്തി എങ്കിൽ നിശ്ചയമായും നമുക്ക് ഒരുമിച്ച് ഒരു സംഗമമുണ്ട്. അതിനായി പ്രത്യേകിച്ചൂടെ ആയിരിക്കാം. എനിക്ക് അവസരം തന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുന്നു. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ഈ അപ്പച്ചൻ്റെ ദേഹവിയോഗത്തിൽ സംതൃപ്തരായ കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരും, അപ്പച്ചന് ദൈവം ന്യായമായ ഒരു ആയുസ് കൊടുത്തു എന്ന് തൃപ്തിപ്പെടാവുന്ന ഒരു പ്രായത്തിലാണ് കടന്നുപോയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടെ കർത്തൃദാസൻ സൂചിപ്പിച്ചതുപോലെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പ്രത്യാശയുള്ള നമ്മൾക്ക് ഈ ദേഹവിയോഗത്തിൽ അതിയായി ദുഃഖിക്കേണ്ട കാര്യം ഇല്ല എന്നുള്ള ഒരു വസ്തുതയാണ്. കൂടുതലായി എൻ്റെ വാക്കുകളെ നിൽക്കുന്നില്ല. ഞങ്ങളുടെ എല്ലാവരുടെയും ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുകയാണ്. എത്ര ആയാലും ഒരു പിരിഞ്ഞുപോക്ക് തീർച്ചയായിട്ടും ദുഃഖകരമാണ് എന്നുള്ളൊരു സംശയം. നമ്മളൊക്കെ പ്രത്യാശയുള്ളവരാണെങ്കിലും നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന സമയത്ത് അവരെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങളും നല്ല പെരുമാറ്റങ്ങളും സന്തോഷം നൽകിയിട്ടുള്ള അവസരങ്ങളുമൊക്കെ ഓർത്ത് ദുഃഖിക്കുക എന്നുള്ളത് ഒരു സാധാരണയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേർന്നുകൊണ്ട് വാക്കുകളെ വിശ്രമിക്കുന്നു. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വാത്സല്യ പിതാവിൻ്റെ വേർപാടുള്ള ബന്ധത്തിൽ ഈ ദുഃഖത്തിൽ പങ്കുചേരുവാൻ ദൈവം ഇടയാക്കിയതോട് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ റോയ് ജോണിനോടുള്ള സ്നേഹബന്ധത്താലാണ് ഇന്ന് ഇവിടെ എത്തിച്ചേരുവാൻ ഇടയാക്കിയെന്നത്. കഴിഞ്ഞ 3 വർഷങ്ങളായി അനുബുക്കിൻ്റെ പ്രദേശത്ത് ഞങ്ങൾക്ക് ഒന്നിച്ച് അനുബുക്ക് UPF-നോടുള്ള ബന്ധത്തിൽ ഒന്നിച്ച് കൂട്ടായ്മ ആചരിക്കുവാൻ ഇടയായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. വാത്സല്യ അപ്പച്ചൻ്റെ ശാരീരിക അസ്വസ്ഥതകൾ, ക്ഷീണങ്ങളെക്കുറിച്ചൊക്കെ പലപ്പോഴും പറയുകയും ഞങ്ങൾക്ക് പലപ്പോഴും പ്രാർത്ഥിക്കുവാനും ദൈവം അവസരങ്ങൾ തന്നിട്ടുണ്ട്. വളരെ ഭാഗ്യകരമായ ഒരു ജീവിതം നയിച്ച് ഒരു ഭാഗ്യകരമായ അന്ത്യം പ്രാപിച്ച വാത്സല്യ അപ്പച്ചനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. 7, 10, 80 എന്ന് പറയുമ്പോൾ 90 വയസ്സ് വരെ ഭൂമിയിൽ പാർത്ത് തലമുറകൾ കർത്താവിന് വേണ്ടി നിൽക്കുന്നതും സന്തോഷിക്കുന്നതും കണ്ട് ദൈവത്തിൽ ചേരുവാൻ ഇടയാക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കും. നിത്യതയിൽ ദൈവസന്നിധിയിൽ വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയോടെ നമുക്കായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.
ഞാൻ ശുശ്രൂഷിക്കുന്ന വെട്ടത്തിട്ട അസംബ്ലി സ്കൂൾ സഭയുടെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലുള്ള ദുഃഖത്തെ ഈ അവസരത്തിൽ പങ്കിട്ടുകൊണ്ട് വാക്കുകൾ ചൊല്ലും. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ സത്യസന്ധമായും വിശ്വസ്തയോടെ ജീവിച്ച വാത്സല്യ പിതാവിൻ്റെ നല്ല ഓർമ്മകൾ നിമിത്തം ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ വാത്സല്യ ഭവനത്തിലെ പ്രിയ ദാസ്യാനുമായിട്ട് വർഷങ്ങളായി അടുത്ത് സഹകരിപ്പാൻ ദൈവം ഒരുക്കിയ എല്ലാ നല്ല അവസരങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. എൻ്റെ സ്വദേശമായ അരിമുക്കിൽ ഏറിയ വർഷങ്ങളായി പാസ്റ്റർ റോയി ജോൺ പ്രവർത്തിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ അങ്ങനെയും ആ ദൈവദാസനോടുള്ള ബന്ധത്തിലും ഈ കുടുംബമായി സഹകരിപ്പാൻ കഴിഞ്ഞാൽ ദൈവം അവസരം നൽകി. നാം കർത്താവിനെ സേവിക്കുമ്പോൾ നമ്മുടെ തലമുറകൾ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുവാനും കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുവാനും ദൈവം ഒരുക്കുന്ന അവസരങ്ങൾക്കായി സ്തോത്രം. നിന്റെ മക്കൾ പിതാക്കന്മാർക്ക് പകരം വിധിക്കും എന്ന് നമ്മൾ വായിക്കുന്നത് പോലെ പ്രിയ പിതാവും മാതാവും കാണിച്ചു കൊടുക്കുന്ന നല്ല മാതൃകകൾ പിൻപറ്റുവാൻ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി അധ്വാനിക്കുവാൻ ഈ പ്രിയമുള്ള തലമുറക്ക് ഏവർക്കും ദൈവം കൊടുക്കുന്ന അവസരങ്ങൾക്കായി സ്തോത്രം. ദുഃഖത്തിരിക്കുന്നവരെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. മരണത്തിനപ്പുറം ചലിക്കുന്ന ഒരു പ്രത്യാശ, ഭാഗ്യകരമായ പ്രത്യാശ നമുക്കുണ്ട്. അവിടെ വെച്ച് പ്രിയ പിതാവിനെ കാണാം. എൻ്റെയും കുടുംബത്തിൻ്റെയും ഞാൻ ശുശ്രൂഷിക്കുന്ന പുനലൂർ ഫസ്റ്റ് ഏജ് സഭയുടെയും ഇപ്പോൾ തന്നെ പുനലൂർ ചുറ്റുപാടിൽ പ്രവർത്തിക്കുന്ന യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് ഫെലോഷിപ്പിൻ്റെയും നാമത്തിലുള്ള എല്ലാവിധമായ ദുഃഖവും ക്രിസ്തുവേശുള്ള പ്രത്യാശ രേഖപ്പെടുന്നത് ദൈവം നമ്മെ ആശ്വസിപ്പിക്കുവാൻ. വേർപാട് എന്ന് പറയുന്നത് എല്ലാ കുടുംബത്തിലും ദുഃഖം ഉളവാക്കുന്നതാണ്. അത് ആത്മീക ലോകത്തിലായാലും ഭൗതിക മണ്ഡലത്തിലായാലും ദുഃഖമാണ്. ഈ പ്രിയ പിതാവ് ഒരുപാട് ആ വേദനകൾ മനസ്സിലാക്കിയത് എങ്ങനെ ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ തലമുറകളെയൊക്കെ വളർത്തി എടുത്തത് ഉന്നത വിദ്യാഭ്യാസം നടത്താനാണ്. ആ പിതാവ് ഈ ഭൂമിയിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് തൻ്റെ മക്കളെയൊക്കെ വളർത്തി വിദ്യാഭ്യാസം കൊടുത്ത് നല്ല ജോലിക്കായി പറഞ്ഞ് അയച്ചു. അതുവരെ വളരെ സന്തോഷമായിരുന്നു. പക്ഷെ ജോലിക്കായി വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് അവർ പോകുന്ന സമയത്ത് ആ പിതാവ് ആ വേദന അനുഭവിച്ചിട്ടുണ്ട്. തൻ്റെ കൊച്ചുമക്കൾ വിദേശങ്ങളിലേക്ക് യാത്ര ചെയ്ത സമയങ്ങളിലും ആ വേർപാട് അനുഭവിച്ചിട്ടുണ്ട്. 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ പോയി മടങ്ങി വരുന്ന മക്കൾ അകന്നു നിൽക്കുന്ന ആ അനുഭവത്തിൽ അദ്ദേഹം വേദനയോടുകൂടെ കണ്ണുനീരോടുകൂടെ അയച്ചിട്ടുണ്ട്. മടങ്ങി ഇനിയും വരും എന്നുള്ള പ്രത്യാശയോടുകൂടെ. അങ്ങനെയാണെങ്കിൽ ഈ പ്രിയ പിതാവ് ഈ ഭൂമിയിൽ ജനിച്ചു, കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. അന്ന് മുതൽ ആ പിതാവിൻ്റെ ആഗ്രഹം വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ വസിക്കുക എന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു. ഇനിയും പ്രിയ പിതാവ് ഇങ്ങോട്ട് വരികയല്ല, നമുക്ക് പ്രിയ പിതാവിനെ കർത്തൃസന്നിധിയിൽ ചെന്ന് കാണാം എന്നുള്ള പ്രത്യാശയോട് മക്കളെ, കൊച്ചുമക്കളെ, കൊച്ചു മക്കളെയും ഇടവരുത്തട്ടെ. ആ പ്രത്യാശ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉളവാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിവിടെ നിൽക്കുന്നത് ഈ കുടുംബത്തിലെ ദാസ്യാനുള്ള ബന്ധത്തിലും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ജസിമാമയുടെ കുടുംബാംഗങ്ങൾ, അതുപോലെ പാസ്റ്റർ തങ്കച്ചൻ, ഇവരുടെ പേരിലാണ് ഞാൻ നിൽക്കുന്നത്. മാത്രം അസംബ്ലി സഭയുടെ എല്ലാവിധ പ്രത്യാശയും ഈ സഭ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. കർത്താവിൻ്റെ വലിയ നാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. വേർപാട് ഏത് പ്രായത്തിലായാലും ദുഃഖമുളവാക്കുന്ന വസ്തുതയാണ്. ദീർഘവർഷങ്ങൾ കർത്താവിനെ വിശ്വസ്തയോടെ സേവിച്ച് തലമുറകളെ അതിനായി ഒരുക്കി കർത്താവിൻ്റെ മഹത്വമുള്ള സേവനത്തിൽ പ്രയോജനപ്പെട്ട വാത്സല്യ പിതാവ് കർത്താവിൻ്റെ സമയമായപ്പോൾ വിശ്രമത്തിനായുള്ള ദൈവസന്നിധിയിലേക്ക് വിളിച്ച് ചേർക്കപ്പെടുവാൻ കൊണ്ടിടയായി തീർന്നു. പലപ്പോഴും ഞങ്ങൾ ആ പ്രിയപ്പെട്ടവരെ കുടുംബമായി സഭയിൽ പല സന്ദർഭങ്ങളിലും കടന്നു വരികയും ഞങ്ങളോട് ഒരുമിച്ച് ആരാധിക്കുകയും അവിടെയുള്ള ഓരോ സഭാംഗത്തെ പോലെ ഉള്ള ആത്മികവും ഭൗതികവുമായ എല്ലാ സഹകരണങ്ങളും കൂട്ടായ്മയും കഴിഞ്ഞ നാളുകൾ ഞങ്ങൾക്ക് ലഭിക്കുവാനിടയായിട്ടുണ്ട്. ഈ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. അത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന
എല്ലാ പ്രിയപ്പെട്ടവരോടും ചേർന്ന് നിങ്ങളുടെ ദുഃഖത്തിൽ ഞാനും എൻ്റെ കുടുംബവും മഞ്ഞിനിക്കര ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ഹെബ്രോൻ സഭയിലുള്ള ദൈവമക്കളും നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ഞങ്ങളുടെ പ്രത്യാശ നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. അവസരങ്ങൾ ഒരുക്കി തന്ന കർത്തൃദാസന്മാരോട് നന്ദി പറയുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാണ്. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വാത്സല്യ പിതാവിൻ്റെ ദേഹവിയോഗത്തോടുള്ള ബന്ധത്തിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളും പ്രിയപ്പെട്ടവരും സഭാജനങ്ങളുമായിരിക്കുന്നവരെ ദൈവമായ കർത്താവ് നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആദ്യം പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഭവനവുമായിട്ട് കഴിഞ്ഞ 1 വർഷത്തെ അടുപ്പവും ബന്ധമാണുള്ളത്. ദുഃഖാർത്ഥരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാവരും, വിശേഷ്യ അപ്പച്ചൻ്റെ മക്കളും മരുമക്കളും പ്രിയപ്പെട്ടവരെല്ലാം ഏറിയ പ്രത്യാശയുള്ളവരും ദൈവത്തിന് പ്രിയരുമായിരിക്കുക. ഈ മരണം ഈ കുടുംബത്തിന് നഷ്ടമല്ല എന്നുള്ള കാര്യം തികച്ചും ബോധ്യമുള്ള കാര്യമാണ്. എങ്കിലും കർത്തൃദാസൻ എന്ന നിലയ്ക്ക് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഈ കൂടിവരവിൻ്റെ നടുവിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യം 1-2 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ. ലോകത്തിൽ ഇന്ന് 750 കോടി ആളുകൾ ജീവിച്ചിരിക്കുന്നുണ്ട്. ഇവരിൽ വിവിധ തരത്തിലാണ് മരണം, മരണാനന്തര അനുഭവം എന്നതിനെക്കുറിച്ച് വിശ്വസിക്കുന്നത്. പ്രധാനമായും ലോകത്തിൽ 5 സിദ്ധാന്തങ്ങളാണ് മരണാനന്തര അനുഭവത്തെക്കുറിച്ച് ആളുകൾ വിശ്വസിക്കുന്നത്. ഒന്നാമത്തെ സിദ്ധാന്തം ജന്മാന്തര സിദ്ധാന്തം എന്ന് പറയും. അത് വിശ്വസിക്കുന്ന ആളുകൾ വിശ്വസിക്കുന്നത് മരിച്ചതിന് ശേഷം ജീവിച്ചിരുന്ന കാലത്ത് ചെയ്ത പ്രവൃത്തികൾ നല്ലതാണെങ്കിൽ മരണാനന്തരം ഈശ്വരൻ അല്ലെങ്കിൽ ദൈവം ഒരു ജന്മം കൂടി ഭൂമിയിൽ കൊടുക്കുന്നു. ചെയ്ത പ്രവൃത്തികൾ നല്ലതാണെങ്കിൽ ഇന്നായിരുന്നതിനേക്കാൾ ശ്രേഷ്ഠമായൊരു ജീവിതം കിട്ടുന്നു. മോശമായിരുന്നെങ്കിൽ താഴെ നിലവാരത്തിലൊരു ജന്മം കൊടുക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് ജന്മാന്തര സിദ്ധാന്തത്തെ വിശ്വസിക്കുന്നവർ. രണ്ടാമത്തെ സിദ്ധാന്തം സമ്പൂർണ്ണ നിഗ്രഹ സിദ്ധാന്തം എന്ന് വിളിക്കുന്നത്. അത് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവർ വിശ്വസിക്കുന്നത് മരണത്തോടുകൂടെ സകലവും തീരുകയാണ്. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തിന്നു കുടിച്ചാഘോഷിക്കുക, മരണം കൊണ്ടെല്ലാം അവസാനിക്കുമല്ലോ എന്ന് വിചാരിക്കുന്ന ആളുകൾ പ്രബുദ്ധരായ ആളുകളുടെ ഇടയിൽ നമ്മുടെ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. മൂന്നാമത്തെ സിദ്ധാന്തത്തിന് വിളിക്കുന്നത് കല്ലറയിലെ ഉറക്കം എന്ന സിദ്ധാന്തമാണ്. അവർ വിശ്വസിക്കുന്നത് മരിക്കുന്ന ആളുകൾ അവർ സമാധി കൊള്ളുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ കല്ലറയിൽ ഉറങ്ങുന്നു. പ്രത്യേക സമയത്ത് ദൈവം അനുവദിക്കുമ്പോൾ അവർക്ക് പുറത്തു വരുവാൻ, ആളുകളുടെ കുടുംബത്തിൽ സന്ദർശിക്കാൻ, മക്കളെ വിളിക്കാൻ ഒക്കെ അവസരമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. നാലാമത്തെ സിദ്ധാന്തം ശുദ്ധീകരണ സിദ്ധാന്തം എന്ന് പറയുന്നു. അവർ വിശ്വസിക്കുന്നത് മരിക്കുന്ന ആളുകളെല്ലാം ഒരു പ്രത്യേക ശുദ്ധീകരണ സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നു. ഭൂമിയിൽ ബാക്കിയുള്ള ആളുകൾ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് ഈശ്വരൻ, ദൈവം ഈ മരിച്ച ആത്മാവിനെ ശുദ്ധീകരണം കൊടുത്തൊരു പ്രത്യേക സമയത്ത് പർദീസയിലേക്ക്, സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെടുന്നു. ഇത് നാലാമത്തെ സിദ്ധാന്തമാണ്. അഞ്ചാമത്തെ സിദ്ധാന്തം വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽപ്പെട്ടതാണ്. യേശു ക്രിസ്തുവും അപ്പസ്തോലന്മാരും പഠിപ്പിച്ചതാണ്. അതിനെക്കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്: 2 തരത്തിലാണ് മരണം. ഒന്ന് ക്രിസ്തുവിൽ മരിക്കുന്നവർ, 2 പാപത്തിൽ മരിക്കുന്നവർ. ഇത് രണ്ടും യേശു പറഞ്ഞത്. എഴുതുക, ക്രിസ്തുവിൽ മരിക്കുന്നവർ ഭാഗ്യമുള്ളവരാണ്. ഞാൻ നിങ്ങളെ ഓർപ്പിച്ച് അവസാനിപ്പിക്കുക. ഈ വാത്സല്യ പിതാവ് ജീവിച്ചിരുന്ന കാലത്ത് ക്രിസ്തുവിനാകാൻ ഭാഗ്യം ലഭിച്ചു. ഈ മരണം ക്രിസ്തുവിന്റെ മരണമാണ്. ഇത് നിത്യതയിലേക്കുള്ള കവാടമാണ്. പ്രിയപ്പെട്ടവരെ, ഈ 90 വയസ്സ് ജീവിച്ചിരുന്നൊരു ഭക്തന്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഈ സിദ്ധാന്തങ്ങളിൽ പവിത്രവും വിശ്വസിക്കാൻ കൊള്ളാവുന്നതും ദൈവികമായിരിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ദുഃഖത്തിലായിരിക്കുന്നവരെ ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും എനിക്ക് അവസരം ഒരുക്കിയതിന് കർത്തൃദാസനോട് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ. കർത്താവിൻ്റെ മഹത്വം. ദൈവം അനുവദിച്ചിട്ടും ദൈവം അറിഞ്ഞിട്ടും നൽകിയ ഈ സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. 2001 ഞാൻ ഈ പ്രിയ ഭവനവുമായി ആത്മീയ ബന്ധം സ്ഥാപിക്കാനിടയായത്. പ്രിയ പിതാവ് അന്ന് വട്ടമണ്ണിൽ പാർത്തുകൊണ്ടിരുന്ന കാലയളവ്, വട്ടമണ്ണിൽ ആ ഭവനത്തിൽ വന്ന്, ആ കുടുംബത്തിൽ വന്ന് പ്രിയ പിതാവിനെ കണ്ട് ഒരു 15 മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി പ്രിയ പിതാവ് ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയ ശക്തനായൊരു ഭക്തനാണെന്ന് എനിക്ക് അന്ന് മനസ്സിലാക്കുവാനിടയായി. അന്ന് മുതൽ ആ ബന്ധം നിലനിർത്തുവാനും തൻ്റെ മകൻ, തൻ്റെ മരുമകൻ ഒക്കെ കർത്തൃവേലയിലുള്ള പ്രിയപ്പെട്ടവരായതുകൊണ്ട് മക്കൾക്ക് തുല്യം ഞങ്ങളെയൊക്കെ സ്നേഹിപ്പാൻ ദൈവം ഇടയാക്കി. ജീവിതത്തിൽ ധനത്തിന് പുറകാലെ പോകേണ്ടി വന്നില്ല. ഭക്തിയോടെ നിന്നതുകൊണ്ട്
ആവശ്യമായ ധനം നൽകി തൻ്റെ മക്കൾക്കോട് ദൈവം ആദരിപ്പാൻ ഇടയായിരുന്നു. മാനം, ദേശത്തെ മാനവും നൽകി ദൈവം മാനിപ്പാൻ ഇടയായി. യഥാർത്ഥത്തിൽ ഏതൊരു ഭക്തൻ വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്നോ ഈ യോഗ്യത നൽകി ദൈവം മാനിപ്പാൻ ശക്തനാണ്. തീർച്ചയായിട്ടും പ്രിയ പിതാവ് നിത്യത്തിലേക്ക് പ്രവേശിച്ചു. കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയിൽ നമുക്ക് കാണാം എന്നുള്ള വലിയ പ്രത്യാശ ഈ ഭവനത്തിലെ എല്ലാ പ്രിയപ്പെട്ടവരെയും നിറയ്ക്കട്ടെ. ഞാൻ ശുശ്രൂഷിക്കുന്ന ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ പ്ലാച്ചേരി സഭയുടെ എൻ്റെ കുടുംബത്തിൻ്റെ പേരിലുള്ള ദുഃഖവും അനുശോചനവും അറിയിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറ്. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമമായിട്ട് പറയട്ടെ. വിശുദ്ധ ബൈബിളിൽ നാം പഠിക്കുമ്പോൾ പഴയ പുതിയ നിയമ വേദഭാഗങ്ങളിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള വ്യക്തമായ തെളിവുകൾ വിശുദ്ധ തിരുവെഴുത്തിൽ പഠിക്കുന്നുണ്ട്. ദൈവം മനുഷ്യനെ ആത്മാവോടുകൂടെ സൃഷ്ടിച്ചതിനാൽ ആ വിലപ്പെട്ട ആത്മാവിന് വിശ്രമിക്കേണ്ടുന്ന സ്ഥാനവും ദൈവം കരുതിയിട്ടുണ്ട്. ഈ പ്രിയ ഭവനത്തിലെ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ദീർഘമായ 90 സംവത്സരം ഈ ഭൂമിയിൽ വിശ്വസ്തയോടുകൂടെ ജീവിക്കുവാനും ദൈവത്തെ സേവിക്കുവാനുമുള്ള വലിയ ഭാഗ്യം യഹോവയായ ദൈവം നൽകിയത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നൽകിയ മക്കളെ ഭക്തിയിൽ വളർത്തുവാനും ദൈവമുള്ളവരായി ജീവിക്കുവാനുള്ള അവസരങ്ങളും ഒരുക്കി കൊടുത്തല്ലോ. അവരിൽ കർത്തൃവേലയ്ക്കായി അവൻ കർത്താവിന്റെ നാമത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാനും ദൈവം അനുവദിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ബഹുമാനപ്പെട്ട റോയി ജോൺ പാസ്റ്റർ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്തദാസിന്റെ കുടുംബാംഗങ്ങളെ, സഹോദരങ്ങളെ ദൈവം ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞാൻ ശുശ്രൂഷിക്കുന്ന പെരുങ്ങളൂർ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെയും എൻ്റെ വ്യക്തിപരമായും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിലുള്ള പ്രത്യാശ തലത്തിൽ അറിയിച്ചുകൊണ്ട് വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. അടുത്തതായി കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജെയിംസ് അലക്സാണ്ടർ. കർത്താവിന്റെ പരിശുദ്ധ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. ഞങ്ങൾ സ്നേഹിക്കുകയും ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്ത തോട്ടുകടവിലെ പ്രിയ ജോണപ്പച്ചൻ കഴിഞ്ഞ ബുധനാഴ്ച വ്യാഴാഴ്ച 50-20 താൻ പ്രിയം വെച്ചതായ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. ആയത് നമുക്ക് ദുഃഖമുളവാക്കുന്നതാണെങ്കിലും വലിയൊരു പ്രത്യാശ നമ്മുടെ ഉള്ളത്തിൽ കർത്താവ് നൽകിയിട്ടുള്ളതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. പ്രിയ പിതാവിൻ്റെ ഭവനവും ഞങ്ങളുടെ ഭവനവും ഒരു 15 അടി ദൂരം മാത്രമേ. അത്രയ്ക്ക് ഏറ്റവും അടുത്ത അയൽവാസികളായി ഞങ്ങളുടെ കുടുംബവും പ്രിയ പിതാവും അവരുടെ തലമുറകളും പാർത്തു വന്ന അനുഭവങ്ങളെ ഈ പകൽ നന്ദിയോടെ സ്മരിക്കുന്നു. പടിയ നിന്ന ഭക്തന്മാർക്ക് എല്ലാവർക്കും കർത്താവിന്റെ പുനരാഗമനത്തെ കുറിച്ച് പ്രത്യാശയുണ്ടായിരുന്നു. ഭക്തനായ ഇയ്യോബ് ഇങ്ങനെ പറഞ്ഞു, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു, അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കും. അന്യനല്ല, എന്റെ സ്വന്തം കണ്ണാൽ ഞാൻ അവനെ കാണുമെന്ന് ഭക്തനായ ഇയ്യോബ് പറയുവാനിടയായി. നിന്റെ ആലോചനയാൽ കഴിഞ്ഞ സുദീർഘമായ നാളുകൾ പ്രിയ പിതാവിനെ ദൈവം തന്നെ ആലോചനയാൽ നടത്തുവാനിടയായി. തന്റേതായ അവസാനത്തിൽ മഹത്വത്തിലേക്ക് തന്നെ കൈക്കൊള്ളുവാനായിട്ടിടയായി തീർന്നു. ഭക്തനായ യെശയ്യാവ് ഇങ്ങനെ പറഞ്ഞു, എന്റെ മൃതന്മാർ ജീവിക്കും, എന്റെ ശവങ്ങൾ എഴുന്നേറ്റ് വരും. ഭാവിയിൽ കാഹളം ധരിക്കുമ്പോൾ സ്വത്രം നമ്മെ വിട്ട് കടന്നു പോയതായ പ്രിയ പിതാവിനെ ആമേ സ്വത്രം തേജസ്സുള്ളതായ വിണ്മയമായ ശരീരത്തോടുകൂടെ ആമേ കാണുവാൻ നമുക്ക് കഴിയും. സ്തോത്രം. ഒരു പ്രത്യാശയുടെ ദിനം നമുക്കുണ്ട്. അതിനായി നമുക്ക് നോക്കി പാർക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്വത്രം. എന്റെയും എന്റെ കുടുംബത്തിന്റെയും വത്തമൺ സാമില്ലയിലുള്ളതായ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും അപ്പോൾ തന്നെ ഞാൻ ശുശ്രൂഷിക്കുന്ന കർമ്മേൽ സഭയുടെയും കേരള സ്റ്റേറ്റ് കൗൺസിലിന്റെയും എല്ലാവിധമായ പ്രത്യാശയും
ഈ അവസരം പങ്കുവയ്ക്കുന്നു. മറ്റൊരു ശുശ്രൂഷയിൽ സംബന്ധിക്കേണ്ടത് അത്യാവശ്യമാകിയാൽ ഇത് തീരുന്നവരെ ഇവിടെ ഇരിക്കുവാനായിട്ട് കഴിയുന്നില്ല. സാദരം ക്ഷമിപ്പാൻ ഓർപ്പിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. കർത്താവിന്റെ വരവെങ്കിൽ നമുക്ക് പ്രിയ പിതാവിനെ തേജസ്സുള്ളവനായി കാണാം. ദൈവം നമ്മെ സഹായിക്കും. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങളോട് ഒരുമിച്ച് എനിക്കും വന്ന് ചേരുവാനും അതിൽ സംബന്ധിപ്പാനും ഇടയാക്കിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ആദ്യമായി പ്രിയ പിതാവിനെ കാണുന്നത് 2000-ലാണ്. ദുബായ് ട്രിനിറ്റി ചർച്ചിൽ വെച്ച് ഒരു ശുശ്രൂഷയിൽ പങ്കെടുത്തപ്പോൾ പ്രിയ പിതാവിനെയും മാതാവിനെയും അവിടെ വെച്ച് കാണുവാൻ പരിചയപ്പെടുവാനിടയായി. പ്രിയ ദാസ്റ്റാനോടുള്ള ബന്ധത്തിൽ ആ സഭായോഗത്തിന് പങ്കെടുത്തപ്പോഴാണ് പ്രിയ പിതാവിനെ കണ്ടത്. അന്ന് മുതലുള്ള സ്നേഹവും വാത്സല്യവും കഴിഞ്ഞ ആഴ്ചയിൽ വരെ കാണുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, വചനം ഇവിടെ വെളിപ്പെടുത്തുന്നത് സഭാപ്രസംഗി 12-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: പൊടി പണ്ട് ആയിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും, ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും. അല്പസമയത്തെ ശുശ്രൂഷകൾക്ക് ശേഷം പ്രിയ പിതാവിനെ നമ്മൾ ഒരു യാത്രയയപ്പ് നൽകുന്നു. എന്നാൽ ഈ ബോഡി ഭൂമിയിലേക്ക് നൽകുമ്പോൾ ചില ദിവസങ്ങൾക്ക് മുൻപ് തൻ്റെ ജീവിതം പൂർത്തീകരിച്ച ആ ആത്മാവ് ദൈവത്തിങ്കിലേക്ക് മടങ്ങിച്ചേർന്നു എന്ന ദൈവവചനം പറയും. അങ്ങനെയെങ്കിൽ ഈ പ്രിയ പിതാവിനെ ഒരിക്കൽ നമുക്ക് കാണാമെന്നുള്ള പ്രത്യാശയോടെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വാഴവിള IPC സഭയുടെയും എല്ലാ പ്രത്യാശയും അനുശോചനം അറിയിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വാത്സല്യ പ്രിയ പിതാവിൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖാർത്തരായിരിക്കുന്ന കുടുംബാംഗങ്ങളോടൊത്ത് ഞങ്ങൾക്കും ഈ ദുഃഖത്തിൽ പങ്കുചേരുവാനിടയാക്കിയത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക ഞാൻ സ്നേഹിക്കുന്ന സഹോദര തുല്യൻ സ്നേഹിക്കുന്ന ബഹുമാന്യ കർത്തൃദാസൻ അവർ യാമനേശ്വാസത്തിന് കുടുംബം, മറ്റ് തലമുറകൾ ഏകദേശം 90 വർഷം ഈ ഭൂമുഖത്ത് പാർക്കുവാൻ വാത്സല്യ പ്രിയ പിതാവിനെ ദൈവം അനുവദിച്ചു. നാം ഈ ഭൂമുഖത്ത് പരദേശികളാണല്ലോ. നമുക്കൊരു സന്ദേശമുണ്ട്. ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ കഷ്ടങ്ങളും ഭാരങ്ങളും വേദനകളും രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെ നമുക്ക് ഈ ലോക ജീവിതത്തിലുണ്ട്. എന്നാൽ ഒരു ദൈവവൈതലിന്റെ പ്രത്യാശ കർത്താവിനോട് കൂടെ ആയിരിക്കുന്നതാണ്. സ്തോത്രം. ജനിച്ച സകല മനുഷ്യനും മരണം നിശ്ചയമാണ്, എന്നാൽ സമയം നിശ്ചയമല്ല. എനിക്ക് മുൻപ് പന്മള സഭയിൽ 4 വർഷക്കാലം കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ശുശ്രൂഷിപ്പാൻ കർത്താവ് കൃപ നൽകി. കണ്ട നാൾ മുതൽ സഹോദരത്തെ സ്നേഹിക്കുവാൻ കർത്താവിടെയാക്കി. മറ്റ് സഹോദരങ്ങൾ എല്ലാവരെയും സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും പന്മള ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെയും എല്ലാ കുടുംബങ്ങളുടെയും എൻ്റെ കുടുംബത്തിൻ്റെ പേരുള്ളതായ പ്രത്യാശയും പ്രാർത്ഥനയും അറിയിച്ചുകൊണ്ട് ദൈവം സ്നേഹിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വാത്സല്യ പിതാവിൻ്റെ ദേഹവിയോഗത്തോടുള്ള ബന്ധത്തിൽ പ്രത്യാശയോടുകൂടെ ആയിരിക്കുന്ന തലമുറകളോട് ചേർന്ന് ഞങ്ങൾക്ക് കുടുംബമായി പങ്കെടുക്കുവാനിടയാക്കിയതിനാൽ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഈ പിതാവുമായി വളരെ അടുത്ത് ബന്ധം പുലർത്തി മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം ദൈവം ഇന്നുവരെയും ഇടയാക്കും. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒത്തിരി കഷ്ടതയിലൂടെ, ഭാരത്തിലൂടെ, വേദനയിലൂടെ ഒക്കെ കുടുംബത്തെ നടത്തുവാൻ ഇടയാക്കി. തലമുറകളെ പോറ്റി പുലർത്തുവാൻ ദൈവം സഹായിച്ചു. എന്നാൽ കർത്താവിനെ ദേശത്ത് വിശ്വസ്തയോടെ സേവിച്ചതിന് മുഖാന്തരമായി, പരമാർത്ഥതയോടെ കർത്താവിന്റെ സന്നിധിയിൽ നിന്നതിന് മുഖാന്തരമായി ദൈവം കുടുംബത്തെ മാനിച്ചു. തലമുറകളെ ദൈവം അനുഗ്രഹിച്ചു. വിവിധ ഇടങ്ങളിൽ കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനു വേണ്ടി അനേകർക്ക് ആശ്വാസവും അനുഗ്രഹവുമായി ആ തലമുറകളെ ഒക്കെ നിലനിർത്തുവാൻ ഒക്കവണ്ണം ദൈവം ഇടയാക്കിയത് കൊണ്ട് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാകുന്നു. ദൈവനത്തിൽ വായിക്കുന്ന പോലെ കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും
ജീവനോടെ ശേഷിക്കുന്ന രൂപാന്തരപ്പെടുകയും ചെയ്യുന്ന സുദിനത്തില് പ്രിയ പിതാവിനെ കാണാമെന്നുള്ള പ്രത്യാശ നമ്മേവരെയും ഭരിക്കുന്നത് കൊണ്ട് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ആ കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് വളരെ പ്രത്യാശയോടെ ജീവനോടെ ആയിരിക്കുന്ന നിലനിൽക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കട്ടെ. മക്കളെയും കൊച്ചുമക്കളെയും എല്ലാവരെയും സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെയും എന്റെ കുടുംബത്തിന്റെയും സഭയുടേതുമായ എല്ലാ പ്രത്യാശ രേഖപ്പെടുത്തിക്കൊണ്ട് സമയാനുവദിച്ച ദൈവദാസനോട് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുനിരിക്കുന്ന ദൈവം നമ്മെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. വാത്സല്യ പിതാവിന്റെ ദേഹവിയോഗത്തോടുള്ള ബന്ധത്തിൽ എനിക്കും കടന്നു വന്ന് സംബന്ധിപ്പാൻ കർത്താവ് സഹായിച്ചത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രിയ സഹോദരൻ അല്ലെങ്കിൽ ഞങ്ങളുടെ സഹപ്രവർത്തകൻ UPF-ന്റെ പ്രസിഡന്റായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ റോയി ജോണ് ഞങ്ങൾ ഒരുമിച്ച് അവിടെ അരിമുക്കിൻ്റെ പ്രദേശത്ത് UPF-നുള്ള ബന്ധത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഈ വാത്സല്യ പിതാവിൻ്റെതായ അവസ്ഥകളെ അറിഞ്ഞ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. വേദപുസ്തകം ദാനിയേലിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ നീയോ ദാനിയേലിലേക്ക് പോയി വിശ്രമിച്ചു കൊള്ളുക, കാലാവസാനത്തിങ്കൽ എൻ്റെ ഓഹരിപ്രായപ്പാൻ എഴുന്നേറ്റ് വരും. വാത്സല്യ പിതാവിന് വിശ്രമ ജീവിതം കർത്താവ് ഒരുക്കി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെയും ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന പെന്തക്കോസ്തൽ ചുവട് കളിക്കാവൽ സഭയുടെയും ഞാൻ പ്രതിനിധാനം ചെയ്യുന്നതായ ഗോസ്ബൽ മിനിസ്ട്രിയുടെയും പേരുള്ളതായ ദുഃഖത്തെ രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകളെ ചേർക്കുന്നു. ദൈവം അനുഗ്രഹിക്കും. കർത്തൃനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആഗതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, വിശേഷാൽ ദുഃഖത്തിലിരിക്കുന്ന ഭവനം, പിതാവിൻ്റെ മക്കൾ, ദൈവദാസന്മാർ, സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ പിതാവിൻ്റെ വേർപാടുകൾ നമുക്കൊക്കെ ദുഃഖമുണ്ട്. എങ്കിലും ഒരു പ്രത്യാശ, 90 വയസ്സ് വരെ ജീവിച്ചിരുന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ടതായുള്ള ജീവിതം നയിപ്പാനും മക്കളെയും കൊച്ചുമക്കളെയും അവരുടെ മക്കളെയും ഒക്കെ കണ്ട് സന്തോഷിപ്പാൻ നല്ല സാക്ഷ്യത്തോടുകൂടെ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുവാൻ തക്കൊണ്ട് ഇടയായത് ഓർക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നു. മുമ്പേ ഇവിടെ കർത്തൃദാസൻ ഓർമ്മിച്ച പോലെ ആ ദൈവവചനത്തിൽ തന്നെ ശലോമോൻ പറയുന്നു, മനുഷ്യൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകുന്നു എന്ന്. പ്രിയ പിതാവ് തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോയിരിക്കുകയാണ്. നമുക്ക് പ്രത്യാശയുണ്ട്. ദുഃഖമുണ്ടെങ്കിൽ തന്നെയും പ്രത്യാശയുണ്ട്. അതൊന്നും ഞാൻ എടുത്ത് ഓർപ്പിക്കുന്നില്ല. ഞാൻ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വിശേഷാൽ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ദി ഇന്റർനാഷണൽ പെന്തക്കോസ്റ്റ് ദേവസഭയുടെയും എല്ലാവിധമായിരിക്കുന്ന ദുഃഖവും പ്രത്യാശയും പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. തിരുവനന്തപുരത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു, അങ്ങനെ യോബ് വൃദ്ധനും കാലസമ്പൂർണമായി മരിച്ചു എന്നാണ്. ആ ഒരു വാക്ക് വളരെ പ്രധാനപ്പെട്ട ചിന്തയ്ക്ക് കാരണമാണ്. കാരണം ഒരു വലിയ വെല്ലുവിളിയുടെ പിന്നിലായിരുന്നു ജോബിൻ്റെ ചരിത്രം. ഈ പ്രിയ പിതാവിനോടുള്ള ബന്ധത്തിനും വളരെ പ്രത്യാശ നമ്മുടെ അനുഭവത്തിൽ ജീവിക്കാനിടയായി. ഈ ലോകത്തിലെ അനേക പ്രശ്നങ്ങൾ, കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നെങ്കിലും തൻ്റെ ക്രിസ്ത്യ ജീവിതത്തിൽ ജയകരമായ ഒരു അനുഭവം കൈവരിപ്പാൻ ഇടയായി തീർന്നെങ്കിൽ താൻ വൃദ്ധനും കാലസമ്പൂർണമായി മരിച്ചിരിക്കുന്നു എന്നുള്ള ഈ അവസരം പിശാചിനൊരു വെല്ലുവിളിയും പിശാചിൻ്റെ ലോകത്തിന് ഒരു ചലഞ്ച് തന്നെയാണ് എന്ന് ആവർത്തിച്ച് പറയുന്നതിൽ എനിക്ക് ഈ ലോകത്തിനപ്പുറത്ത് ദൈവം തൻ്റെ ജനത്തിന് ഒരു വാസ്തരം ഒരുക്കിയിട്ടുണ്ട്. ആ വാസ്തവത്തെക്കുറിച്ച് കർത്താവ് പോയപ്പോൾ പറഞ്ഞു, ഞാൻ പോകുന്ന പ്രയോജനമാണ്, ഞാൻ വാസ്തവം ഒരുക്കി നിങ്ങളെ ചേർക്കാൻ വീണ്ടും വരും എന്നുള്ളത് അവിടെ ബോധ്യപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ അതിപ്രധാനമായി രേഖപ്പെടുത്തിയിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗം ശ്രദ്ധേയമാണ്. ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറിവിളിയും കഷ്ടതയും ഇനിയും ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്യുന്നു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവും തന്നെ. അങ്ങനെയെങ്കിൽ മരണമുള്ളവർ ലോകത്ത് നിന്നും പാർക്കുന്നു. ദുഃഖങ്ങൾ, വേദനകളൊക്കെ ഉണ്ട്. എന്നാൽ ദുഃഖമില്ലാത്ത, വേദനയില്ലാത്ത, പ്രത്യാശയുള്ള ഒരു ലോകം കർത്താവ് ഒരുക്കുന്നു. അവിടെ മരണമോ നിലവിളിയോ ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ പ്രത്യാശയ്ക്കായി ഒരുങ്ങി ജീവിപ്പാൻ എല്ലാവരെയും ഓർപ്പിക്കുകയും വിശേഷാൽ ദുഃഖത്തിലായിരിക്കുന്ന ഈ വാത്സല്യ പിതാവിൻ്റെ
അതിലെ മകൻ കർത്തൃവേദിയിലായിരിക്കുന്ന റോയ് പാസ്റ്റർ, സഹോദരിമാർ, കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ, നിങ്ങൾ എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് ഓർപ്പിക്കുന്നു. ആഗോളതലത്തിലുള്ള സകല സഭയുടെയും വിശ്വാസികളുടെയും പ്രത്യാശയും ദുഃഖവും ഭവനത്തെ അറിയിച്ചുകൊണ്ട് ഈ സമയം തന്ന പ്രിയപ്പെട്ടവർക്ക് നന്ദി രേഖപ്പെടുത്തി എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ചായന് വേണ്ടി ചെയ്യാവുന്നതായ ശുശ്രൂഷയുടെ അവസാന നിമിഷങ്ങളിൽ 2 വാക്ക് പറയണമെന്ന് നമ്മൾക്ക് താല്പര്യമുള്ളതുകൊണ്ട് കടന്നു വന്നതാണ്. പ്രിയ തങ്കച്ചൻ ചായൻ്റെ ഈ യോഗ വിഷയം വിളിച്ചറിയിച്ചപ്പോൾ ഒത്തിരി ഓർമ്മകൾ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഓർക്കുവാനിടയായി. ദൈവത്തിൽ തേജസ്സേറിയ ശരീരത്തോടുകൂടെ തേജസ്സേറിയ മുഖത്തോടുകൂടെ പ്രിയച്ചാനെ കാണാനുള്ള പോലെ പ്രത്യാശ നമുക്ക് ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്ന ഏത് വചനം കർത്താവ് പ്രധാന ശബ്ദത്തോട് ദൈവത്തിന്റെ കാരണത്തോടു കൂടെ സ്വർഗത്തിൽ നിറങ്ങുകയും ക്രിസ്തുവിന് മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷം നാം എല്ലാവരും രൂപാന്തരപ്പെടും എന്നുള്ളതായ മാറ്റമില്ലാത്ത വചനപ്രകാരം ആ വചനത്തിലൂടെ ആശ്വാസം പ്രാപിപ്പാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും വലിയവനായ കർത്താവ് സകല ബുദ്ധിയെയും കവി ദൈവസമാധാനവും നിറയ്ക്കുമാറാകട്ടെ. അച്ഛൻ്റെ അവസാനത്തെ ശുശ്രൂഷ വരെ ഇരിക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ടായിരുന്നെങ്കിൽ തന്നെയും സഭയിൽ നടക്കുന്നതായ ഉപവാസ പ്രാർത്ഥനയോടൊപ്പം പോകേണ്ട കാര്യമുള്ളതുകൊണ്ടാണ് പെട്ടെന്ന് പോകുന്നത്. എല്ലാവരെയും ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. സകല ബുദ്ധിയും കവി സമാധാനം കൊണ്ട് നിറയ്ക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിവരിക്കും. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അധമമായതിൽ നിന്നും ഉത്തമമായതിലേക്കും ഉത്തമമായതിൽ നിന്ന് അത്യുത്തമമായതിലേക്കും ചേർക്കപ്പെട്ടതായ വാത്സല്യ പിതാവിൻ്റെ ദേഹവിയോഗത്തുള്ള ബന്ധത്തിൽ വാത്സല്യ കുടുംബത്തിൽ ഇവിടെ പാർക്കുന്നതായ മക്കളും കൊച്ചുമക്കളും പ്രിയപ്പെട്ടവരും ആത്മീയ അനുഭവമുള്ളതായ ഒരു പിൻതലമുറയെ വാർത്തെടുത്തതായ വാത്സല്യ പിതാവിൻ്റെ ആ നല്ല അനുഭവങ്ങളോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വാത്സല്യ പിതാവിൻ്റെ മകളും കുടുംബവും പ്രത്യേകിച്ച് പ്രിയ തങ്കച്ചൻ പാസ്റ്റർ കൊടുമണ്ണ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ താമസിച്ചുകൊണ്ട് മങ്ങാട്ടുള്ള ഏജ് സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. അതിനുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് 20 സഭകളിൽ ചേർന്നുള്ളതായ കൊടുമണ്ണ യൂണിറ്റ് പെന്തക്കോസ്റ്റ് ഫെലോഷിപ്പിൻ്റെ ഒരു നല്ല സഹപ്രവർത്തനായിരിക്കുന്ന പ്രിയ കർത്താവിനോട് കുടുംബത്തോട് ദുഃഖത്തിൽ പങ്കുചേരുവാൻ ചില ദേവദാസന്മാരായി കടന്നുവരടയായി തീർന്നു. ആനന്ദകരമായ അനുഭവത്തോടുകൂടി ഒരു കുന്നിൻ്റെ മുകൾ ഭാഗത്തേക്ക് കയറിപ്പോയെങ്കിലും തൻ്റെ ഏകാന്തമായ അനുഭവങ്ങളെ ഓർത്ത് ഭക്തൻ പാടി, കർത്താവേ, ഒരു തലമുറ പോകുന്നു, മറ്റൊരു തലമുറ വരുന്നു, എങ്കിലും നിന്റെ വാഗ്ദത്തങ്ങൾ മാറിപ്പോകുന്നില്ല. നീ മനുഷ്യത്വന്മാരെ ഓർക്കുന്ന ദൈവമാണതുകൊണ്ട് വാത്സല്യ പിതാവ് നല്ല അനുഭവങ്ങളെ പങ്കുവെച്ച് അതിൻ്റെ ജീവിത സാക്ഷ്യം പുലർത്തി തലമുറകൾ കൈമാറടയായി തീർന്നു. സർവാശ്വാസങ്ങളുടെ ദൈവം വചനത്താൽ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രത്യാശയോടെ കൊടുമൺ UPFൻ്റെതായ എല്ലാ സഭകളുടെയും എല്ലാ പ്രതിനിധികളെയും പ്രതിനിധിച്ചുകൊണ്ട് ആ വിഭാഗത്തിലും പ്രത്യാശ അറിയിക്കുന്നു. കർത്താവ് ആശ്വസിപ്പിക്കുമാറാണ്. ദൈവത്തിൻ്റെ നാമം മഹത്വമുള്ളതാകട്ടെ. ദൈവിക ശ്രേഷ്ഠന്മാർ, പെന്തക്കോസ്ത് ദൈവസഭയുടെ വിശ്വാസികൾ, സംസ്കാര ശുശ്രൂഷയോടനുബന്ധിച്ച് ഭവനത്തിലും പരിസരങ്ങളിലുമായിരിക്കുന്ന സ്നേഹവും വാത്സല്യമുള്ള ജോൺ സാറിൻ്റെ കുടുംബത്തിനോട് വളരെ വാത്സല്യം കാണിക്കുന്ന ആ പരിസരവാസികൾ, ജോൺ സാറുമായി പരിചയപ്പെടുന്നതിന് മുമ്പേ പെന്തക്കോസ്ത് ദൈവസഭയുടെ അരിപ്ലാച്ചി സഭാ ശുശ്രൂഷകനായി ചാർജെടുത്ത ജോൺ സാറിൻ്റെ സഹോദരൻ ടോമി ജോൺ പാസ്റ്ററുമായി ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ കുടുംബവുമായുള്ള എൻ്റെ പരിചയം ആരംഭിക്കുന്നത്. അതിനു മുൻപ് തന്നെ ഈ കുടുംബവുമായി
ദൈവിക വിശ്വാസി എന്നുള്ള നിലയിലുള്ള ചെറിയ പരിചയമുണ്ടായിരുന്നുവെങ്കിലും വളരെ ആഴത്തിലും ആത്മാർത്ഥവുമായ ദൃഢവുമായ ഒരു ബന്ധം റോയി ജോൺ പാസ്റ്ററുമായി ചേർന്നുള്ള ബന്ധത്തിലാണ് ആരംഭിക്കുന്നത്. തുടർന്ന് ആ ബന്ധം എൻ്റെ നേതൃത്വത്തിലും മറ്റ് എൻ്റെ സുഹൃത്തുക്കളുമായി ചേർന്ന് നടത്തുന്ന പ്രസ്ഥാനങ്ങളുമായുള്ള ബന്ധത്തിലേക്ക് അത് വളർന്ന് പന്തലിച്ചു പോയി എന്ന് വേണമെങ്കിൽ പറയാം. അതിന് നിമിത്തമായത് റോയി ജോൺ പാസ്റ്ററിൻ്റെ ദൈവിക വിശ്വാസത്തിലുള്ള ഒരു ഇടപെടൽ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ജോൺ സാറുമായി പ്രസ്ഥാനങ്ങളുമായി ചേർന്ന് ബന്ധപ്പെടുവാനും അത് വളരെ ദൈവത്തിനും ജനങ്ങൾക്കും അനുഗ്രഹമായ രീതിയിൽ വളർന്ന് ഭംഗിയായി ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നതിനും വഴിതെളിച്ചിരിക്കുന്നു. പ്രിയ പിതാവും ഈ സ്ഥാപനങ്ങളുടെ വിവിധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ കുടുംബത്തിൽ വരുമ്പോൾ പിതാവിൻ്റെ വാത്സല്യമായ ഇടപെടലും വളരെ സഹകരണത്തോടെ സ്നേഹത്തോടുകൂടിയുള്ള പരിചരണവും ഞങ്ങൾക്കും ലഭിക്കുവാനിടയായിട്ടുണ്ട്. ഞങ്ങളുടെ 2 സ്ഥാപനങ്ങളുടെ കാർമൽ സ്കൂളിൻ്റെയും ഓക്സ്ഫോർഡ് സ്കൂളിൻ്റെയും അവിടുത്തെ സ്റ്റാഫിൻ്റെയും കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ആത്മാർത്ഥമായ സ്നേഹബന്ധം ഇവിടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളോടും പരിസരവാസികളോടും ചേർന്ന് ആശ്വാസവാക്കുകൾ അർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സ്ഥാപനങ്ങളുടെയും എൻ്റെ വ്യക്തിപരമായും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിലുള്ള സ്നേഹാശ്വാസവാക്കുകൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈ അവസരം എനിക്ക് തന്ന LPC ദേവദാസന്മാരോടും കുടുംബാംഗങ്ങളോടുമുള്ള നന്ദി അറിയിക്കുന്നു. ദൈവത്തിന് മാത്രം. ദുഃഖസാന്ദ്രമായ ഈ നിമിഷത്തിൽ എനിക്ക് 2 വാക്ക് പറയുവാൻ ദൈവം തന്നെ നല്ല സമയത്തിന് ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. പ്രിയ പിതാവിൻ്റെ ഒരു മകളെ വിവാഹം കഴിച്ചിരിക്കുന്നത് ഞാൻ പ്രതിദാനം ചെയ്യുന്ന എൻ്റെ സഭയിലെ വിശ്വാസിയായ വിശ്വബ്രദറാണ്. അതിനോട് ബന്ധത്തിൽ റമ്പൽ സഭയിൽ നിന്ന് പല വിശ്വാസികളും ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ദുഃഖസാന്ദ്രമായ ഈ നിമിഷത്തിൽ റമ്പൽ സഭയുടെയും സഭാ കമ്മിറ്റിയുടെയും വ്യക്തിപരമായ എൻ്റെ കുടുംബത്തിൻ്റെയും ഞങ്ങളുടെ പാസ്റ്റർ കെ.എം. തോമസിൻ്റെയും കുടുംബത്തിൻ്റെയും എല്ലാ ദുഃഖവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്കിൽ ബഹുമാനപ്പെട്ട ജെയിംസ് ജോർജ് പാസ്റ്റർ, ഫിലിപ്പ്, ഇവിടെ ആയിരിക്കുന്ന ബഹുമാനരായ ദേവദാസന്മാർ, ദുഃഖത്തിലായിരിക്കുന്ന ഈ ഭവനത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ആത്മാർത്ഥ സ്നേഹിതനായിരുന്ന പാസ്റ്റർ റോയിച്ചാൻ്റെ പിതാവ് വേർപാടിൽ എനിക്ക് കടന്നു വന്ന് അനുശോചനം പറയുവാൻ എൻ്റെ ദൈവം എന്നെ സഹായിച്ചതുകൊണ്ട് പിതാവിനെ ഞാൻ സ്തുതിക്കുന്നു. ആമേൻ. കൂടാരമാകുന്ന നമ്മുടെ സ്വന്തം ഭവനം ഇതുവരെയും നമുക്ക് ലോകത്തിൽ എന്തെല്ലാം ഉണ്ടായിരുന്നോ, സ്വന്തമായിട്ട് എന്തെല്ലാം ഉണ്ടായിരുന്നോ അതെല്ലാം വിട്ടിട്ട് സ്വന്തമായി എന്ന് പറയാനുള്ള ഒരു ഭവനത്തിൻ്റെ ആധാരവുമായിട്ട് സ്വർഗഭവനത്തിലേക്ക് പ്രവേശിപ്പാൻ പ്രിയ പിതാവിനെ ദൈവം കഴിഞ്ഞ ദിവസങ്ങളിൽ സഹായിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ഈ ഭവനത്തിൽ കൊടുത്തിരിക്കുന്നതായ എല്ലാ മക്കളെയും ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞാനിപ്പോൾ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന ചാത്തന്നൂർ സെൻറ്ററിൻ്റെ ഏതായ പേരിലും സെൻറ്റർ സെക്രട്ടറി എന്നുള്ള നിലയിൽ സെൻറ്ററിലെ എല്ലാ കർത്തദാസന്മാരുടെ പേരിലും ഞങ്ങളുടെ സെൻറ്റർ പാസ് കുടുംബം ഇവിടെ ഇല്ല, അവർ അമേരിക്കയിലാണ്, അവരുടെ പേരിലും എൻ്റെയും കുടുംബത്തിൻ്റെയും ഞങ്ങളുടെ എല്ലാ ഞങ്ങളുടെ ഭവനത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരുടെയും പേരിലുള്ളതായ അനുശോചനവും ദുഃഖവും രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് നമ്മെ പിന്നെയും സഹായിക്കുമാറാണ്. ഈ ഉപയോഗത്തിൽ എനിക്ക് പങ്കുകൊള്ളുവാൻ ദൈവം അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. 2002 മുതൽ ഈ പ്രിയ പിതാവിനെ പരിചയപ്പെടുവാൻ എനിക്ക് സഹായിച്ചു. പലപ്പോഴും ഒന്നിച്ച് കാണുവാൻ സംസാരിപ്പാൻ ഞാൻ തീർന്നിട്ടുണ്ട്. പിതാവിനെ ദീർഘവർഷം ജീവിച്ചിരിക്കാനുള്ള ഭാഗ്യം കർത്താവ് കൊടുത്തു. മക്കളെയും കൊച്ചുമക്കളെയും കണ്ട് സന്തോഷിപ്പാൻ ദൈവം കൊടുത്ത കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മെ വിട്ട് കടന്നു പോകുന്നുണ്ട്, നമുക്കേറെ ദുഃഖമുണ്ട്, എങ്കിൽ നമുക്കൊരു പ്രത്യാശയുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട വീണ്ടും കാണാം. സ്തോത്രം. ആ പ്രത്യാശയോടെ നിലനിൽക്കാം. ദുഃഖത്തിരിക്കുന്ന മക്കളെയും കൊച്ചുമക്കളെയും എല്ലാവരെയും കർത്താവ് ദിവ്യ സമാധാനം നൽകി പ്രത്യാശ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെയും കുടുംബത്തിൻ്റെയും കടയ്ക്കാനുള്ള LP സഭയുടെയും ദുഃഖവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു.
മർത്യനെ നീ പൊടിയിലേക്ക് മടങ്ങിച്ചെരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്ന് അരുളി ചെയ്യുന്നു. മരണം സകല മനുഷ്യർക്കും ദൈവം നിയമിച്ചിരിക്കുന്ന സാർവത്രിക നിയമമാണ്. എന്നാൽ ദൈവമക്കൾക്ക് മാത്രം ഉള്ള ഒരു പ്രത്യേകതയാണ് മടങ്ങി വരുമെന്നുള്ള, തിരികെ വരുമെന്നുള്ള പ്രത്യാശ. അതുകൊണ്ട് പ്രിയ പിതാവിനെ കർത്താവിൻ്റെ മടങ്ങി വരവിക്കൽ സകല വിശുദ്ധന്മാരും ഉയർത്തെഴുന്നേൽക്കുന്ന പുലരിയിൽ യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവീനെന്നുള്ള ഗംഭീരധ്വനി മുഴങ്ങുന്ന സുദിനത്തിൽ കാണാം എന്നുള്ള പ്രത്യാശയോടെ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രിയ പിതാവിൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരുടെ മേലും ദൈവം തൻ്റെ ദിവ്യമായ സമാധാനം അയച്ച് ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരോടൊപ്പം ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് വാക്കുകൾ നിന്നിരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കും.
ഏതം നിത്യം ലോകത്തിൽ ജീവിച്ച് നമ്മെ വിട്ട് വാങ്ങിപ്പോയി നിത്യത്തിൽ ശ്രമിക്കുന്ന പ്രിയപിതാവിൻ്റെ ഭൗതിക സ്ഥലം മുമ്പാകെ സങ്കടമുണ്ടെങ്കിലും പ്രത്യേകിച്ച് ആയിരിക്കുന്ന കുടുംബാംഗങ്ങളെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞാനിവിടെ നിൽക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം പ്രിയ അപ്പച്ചൻ്റെ ഇളയ മകൻ പ്രിയ മോളിക്കുട്ടി ആൻ്റെയും തകച്ചൻ പാസ്റ്ററും ഞങ്ങളുടെ അടൂർ അസംബ്ലി സഭയുടെ അടൂർ സെക്ഷനുള്ള മങ്ങാട് സഭയുടെ ശുശ്രൂഷകരാണ്. വളരെ വിശ്വസ്തയോടുകൂടെ പ്രിയമുള്ളവർ കർത്താവിൻ്റെ മഹിമയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു. പ്രിയമുള്ളവരെയും ശേഷമുള്ള എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളെ സംബന്ധിച്ച് നമ്മൾ പ്രത്യാശയുള്ളവരാണ്. വ്യക്തമായി പഠിക്കുമ്പോൾ ആ പ്രത്യാശ ആത്മാവിൻ്റെ നങ്കൂരമാകുന്നു. രണ്ട് തലമുണ്ട്, അത് നിശ്ചയവും സ്ഥിരതയുമുള്ളതാണ്. ആഴമേറിയ പ്രത്യാശയെ നമുക്ക് മുൻപോട്ട് കടന്നു പോകാം. കർത്താവരെയും ആശ്വസിപ്പിക്കട്ടെ. അവസരം നൽകിയ കർത്താവിൻ്റെ ദാസന് നന്ദി പറയുന്നു. ഈ തരുണത്തിൽ ഞങ്ങളുടെ അടൂർ സെക്ഷനുള്ള 30-ലധികം കർത്താവിൻ്റെ ദാസന്മാരുടെ അപ്പോൾ തന്നെ 25-ലധികം സഭകളുടെയും പേരിലുള്ള ആശ്വാസവാക്കുകൾ ഈ കുടുംബങ്ങൾ അറിയിക്കുന്നു. ഏവരെയും കർത്താവ് ആശ്വസിപ്പിക്കുന്നു. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകലിൽ പ്രിയപിതാവിൻ്റെ ദേവയോടനുബന്ധിച്ച് ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ പുല്ലൂർ സെൻറ്ററിലെ അനുഗ്രഹീതനായ ശുശ്രൂഷകൻ പാസ്റ്റർ റോയ് ജോൺ അവരുടെ ഉള്ള സഹകരണത്തോട് അനുബന്ധിച്ചാണ് ഞാനിവിടെ കടന്നു വന്നിട്ടുള്ളത്. വേർപാടിനും ദുഃഖത്തിൽ വേദനയിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ സർവകൃപാലുവായ സർവശക്തൻ, സർവാശ്വാസങ്ങളുടെ ഉറവിടമായ സർവശക്തൻ ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ തരുണത്തിൽ പത്തനാപുരത്തുള്ള ഉമ്മൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജിയുടെ പേരിലുള്ള എല്ലാവിധ അനുശോചനങ്ങളും രേഖപ്പെടുത്തുന്നു, ആശ്വാസവചനങ്ങളും രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ US-ലായിരിക്കുന്ന റവറൻഡ് വിൽജി ഉമ്മൻ ആൻഡ് ഫാമിലി, പ്രിയ അമ്മച്ചി, ഇത്തരത്തിൽ അവരുടെ പേരിലുമുള്ള അനുശോചനങ്ങൾ രേഖപ്പെടുത്തുന്നു. ദൈവം എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്ക് നിർത്തുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ദുഃഖസാന്ദ്രമായ ഭവനാങ്കണത്തിൽ ചില ആശ്വാസത്തിൻ്റെ വാക്കുകൾ, പ്രത്യാശയുടെ വാക്കുകൾ പറയുവാൻ എനിക്ക് ലഭിച്ച വിലയേറിയ സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുന്നു. പ്രിയ അപ്പച്ചൻ്റെ മക്കൾ പലരും എനിക്ക് വളരെ പരിചിതരാണ്. പ്രത്യേകാൽ അലിമൊക്കെ ഐക്യ പെന്തക്കോസ്ത് കൂട്ടായ്മയുടെ പ്രസിഡൻ്റായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിൻ്റെ ദാസൻ റോയ് ജോൺ അവർകൾ വളരെ കാലമായി ഞങ്ങൾ പരിചിതം. ഇപ്പോൾ UPF-ൻ്റെ പ്രസിഡൻ്റായി സേവനമനുഷ്ഠിക്കുകയും ചെയ്യുന്നു. ശക്തമായി UPF-ൻ്റെ നേതൃത്വം വഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ്റെ ഈ കുടുംബത്തിലെ പ്രിയപ്പെട്ട പിതാവിൻ്റെ വേർപാട് അവർക്ക് ദുഃഖം ഉളവാക്കുന്നതാണ്. ഏകദേശം 25 സഭകളും അതിലെ വിശ്വാസികൾ, കർത്തൃദാസന്മാർ എന്നിവരുടെ ദുഃഖവും ഒപ്പം ക്രിസ്തീയ പ്രത്യാശയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സമയം നൽകിയവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശ്രേഷ്ഠന്മാരായ ദേവദാസന്മാർ, ഈ യാത്രയോടുള്ള ബന്ധത്തിലൂടെ സന്നിഹിതരായിരിക്കുന്നവർ, ഈ ശബ്ദപരിധിക്കുള്ളവരെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. പ്രിയ
റോയി പാസ്റ്ററോടുള്ള ബന്ധത്തിൽ, പ്രിയ യേശുദാസ് ബ്രദറിനോടുള്ള ബന്ധത്തിലാണ് ഈ പിതാവിനെ എനിക്ക് അറിയുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ചില നാളുകൾക്ക് മുൻപേ മന്മള സഭയിൽ പിതാവിൻ്റെ ദാസൻ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന അളവിൽ പ്രിയ പിതാവിനെ അവിടെ വെച്ച് കാണുവാനും തന്നിൽ നിന്ന് പ്രത്യാശയുടെ വചനങ്ങൾ കേൾക്കുവാനും ഇടയായിത്തീർന്നു എന്നുള്ളതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പുല്ലൂർ സിയോൻ സഭയോടുള്ള ബന്ധത്തിൽ അവിടെയുള്ള എല്ലാ കുടുംബങ്ങളെയും പ്രതിനിധീകരിച്ച് അനുശോചനങ്ങളും പ്രത്യാശയുടെ വചനങ്ങളും കൈമാറിക്കൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാണ്. നമ്മളൊരു ഭവനത്തിലേക്ക് എത്തിയാൽ ആ ഭവനത്തിൻ്റെ മുകളിലായിട്ടൊരു ടാങ്ക് ഇരിക്കും. ഒരുപക്ഷെ എല്ലാവരും അത് കാണണമെന്നില്ല, എല്ലാവരും അത് ശ്രദ്ധിക്കപ്പെടണമെന്നില്ല. പക്ഷെ അതിനകത്ത് എന്ത് ഉൾക്കൊണ്ടിരിക്കുന്നു എന്നറിയാൻ വേറെങ്ങും പോകേണ്ട, വീട്ടിനകത്ത് ചില ടാപ്പുകൾ കാണും. അതൊന്ന് തുറന്നു നോക്കിയാൽ അതിൽ നിന്ന് വരുന്നത് എന്താണോ, അതിനകത്തുനിന്ന് എന്ത് വരുമോ അത് എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ടാങ്കിൽ ഉൾക്കൊണ്ടിരുന്നതായ സാധനമാണ്. തീർച്ചയായിട്ടും അപ്പച്ചൻ വലിയ പരസ്യമായി ശക്തമായി തിളങ്ങി നിന്ന ഒരാളാണോ ഇല്ലെന്ന് എനിക്ക്, പക്ഷേ തൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നൊരു സത്യമുണ്ട്. അത് വളരെ ദൈവസഭയ്ക്ക് ഉയർത്തിപ്പിടിക്കുന്ന മൂല്യമാണ്. എന്തുകൊണ്ടതുണ്ട് എന്ന് ചോദിച്ചാൽ തൻ്റെ ഭൗതിക ശരീരത്തിന് തൊട്ടടുത്തിരിക്കുന്ന തൻ്റെ മക്കളിലേക്ക് നോക്കിയാൽ അവരിൽ നിന്ന് ചിലത് ദൈവസഭയ്ക്ക് ലഭിക്കപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ എത്തിയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം പ്രിയ പിതാവ് തന്നെയാണ്. മക്കൾ 2 ആൺമക്കൾ, അതിൽ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ റോയുമായിട്ടുള്ള ദീർഘകാല ബന്ധം എനിക്കുണ്ട്. വളരെ വിശ്വസ്തയോടെ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. രണ്ടാമത് പ്രിയ തങ്കച്ചൻ പാസ്റ്റർ ഏജിയിൽ അനുഗ്രഹിക്കുന്ന ശുശ്രൂഷനായിരിക്കുക തങ്കച്ചൻ പാസ്റ്റർ കുടുംബവുമായിട്ട് അതിനുശേഷം പ്രിയ മനോജന്റെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ വളരെ ആഴമായ ബന്ധമുണ്ടായി. ഞാൻ ഈ വീടുകളിലെല്ലാം ഈ മക്കളിലെല്ലാം കാണുവാൻ കഴിഞ്ഞൊരു സത്യം ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നിൽക്കുന്നു. തീർച്ചയായിട്ടും ഈ പിതാവ് ആ മൂല്യം ഉൾക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ ഈ യാത്രയപ്പ് ശുശ്രൂഷയും എനിക്കും ഭാഗവാക്കാകുവാൻ ലഭിച്ച അവസരത്തിന് നന്ദി പറയുകയും പ്രത്യേക പ്രിയ പിതാവിൻ്റെ വേർപാടിൽ അതീവമായി ദുഃഖിക്കുന്ന മക്കളോടും അവരുടെ പ്രത്യാശയിലും പങ്കുചേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പ്രത്യാശാനിർഭരവും മാതൃകാപരവുമായി കഴിഞ്ഞ 9 പതിറ്റാണ്ട് ഈ ലോകത്തിൽ ജീവിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട പ്രിയവാത്സല്യ പിതാവിൻ്റെ വേർപാടിൻ്റെ ഉള്ള ബന്ധത്തിൽ ദുഃഖത്തിലും അതോടൊപ്പം അതിനെ അതിജീവിക്കുവാൻ കഴിയുന്ന ദൈവിക പ്രത്യാശയോടും കൂടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാവരെയും സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കുമാറാകട്ടെ. ഈ പ്രിയ പിതാവിൻ്റെ വേർപാടിൻ്റെ ദുഃഖത്തിൽ മൂന്നാമല ശാരോൻ ഫെലോഷിപ്പ് ചർച്ചിലെ ശുശ്രൂഷകൻ എന്ന നിലയിൽ ഞാനും എൻ്റെ കുടുംബവും അതുപോലെ ആ സഭയിലുള്ള എല്ലാവരും ദുഃഖത്തിലും പ്രത്യാശയിലും പങ്കുചേരുന്നു. അവസരമൊരുക്കി തന്ന ദേവദാസിന് നന്ദി പറഞ്ഞു ഞാൻ വാങ്ങുന്നു. പുനലൂർ സെൻറ്ററിനെ ഏറ്റവും അഭിമാനിക്കത്തക്ക ഒരു കുടുംബമാണ് വത്സല്യ കുടുംബം. പ്രിയ പിതാവിൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ചേർന്ന് ദുഃഖത്തിൽ പങ്കുകൊള്ളുവാൻ അതിനൊരു അവസരം ലഭിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ദേശത്തിൻ്റെ ആത്മീയ കാര്യങ്ങളിൽ എരിവോടെ നിൽക്കുന്ന കർത്താവിൻ്റെ ദാസൻ റോയിയോ ഭൗതികവും ആത്മീയ കാര്യങ്ങളിൽ ഏറ്റവും നല്ല കൈത്താങ്ങ് ചെയ്യുന്ന പ്രിയ യേശുദാസനച്ച ആ കുടുംബത്തിലെ പ്രിയ പിതാവിൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവർക്കും ഇളമ്പൽ ബദൽ IPC സഭയുടെ പേരിലുള്ള ദുഃഖവും പ്രത്യാശയും പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ. ദീർഘ 90 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിപ്പാൻ പിതാവിനെ അവകാശം കൊടുത്തു. 4 തലമുറ വരെയും മക്കളെയും കൊച്ചുമക്കളെയും അവരുടെ മക്കളെയും കാണുവാനുള്ള കൃപ പിതാവിന് നൽകുകയുണ്ടായി. പിതാവുമായിട്ട് വർഷങ്ങളായി പരിചയമുണ്ടെങ്കിൽ തന്നെയും കഴിഞ്ഞ 2 വർഷമായി ഏറ്റവും അടുത്ത് പരിചയപ്പെടുവാൻ ഇടയാക്കി. അതിന് കാരണക്കാരൻ പ്രിയ അടിങ്ങളുടെ സഭയിൽ ശുശ്രൂഷിക്കുന്ന പ്രിയ റോയി പാസ്റ്ററാണ്. അവിടെ ആയിരിക്കുന്ന സമയങ്ങളിൽ പ്രിയ ദേവദാസൻ പ്രിയ പിതാവ് ഉള്ള സമയത്തൊക്കെയും ആരാധനയ്ക്ക് നല്ല സാക്ഷ്യങ്ങൾ പറയുവാനും നല്ല ആത്മീയ കാര്യങ്ങൾ പറയുവാനൊക്കെ ഇടയാക്കി. അധികം ആരോടും അങ്ങനെ സംസാരിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ അധികം അങ്ങോട്ട് സംസാരിക്കുമ്പോൾ നമ്മളോട് ഇങ്ങോട്ട് മാത്രം ഇടപെടുന്ന ഒരു സ്വഭാവമാണ് പിതാവുള്ളത്. നല്ല വാത്സല്യവും നല്ല രീതിയിലുള്ള ഒരു സ്വഭാവക്കാരനായിരുന്നു പ്രിയ പിതാവ്. തൻ്റെ ദേവയോഗ അരുമുക്ക് ഇന്ത്യ പെന്തക്കോസ്ത് സഭയുടെ എല്ലാ വിശ്വാസികളുടെയും വിദേശത്തുള്ള എല്ലാ സഹോദരന്മാരുടെയും അനുശോചനവും ദുഃഖവും രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. ദൈവനാമത്തിന് നന്ദി നിറഞ്ഞ സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പിതാവിൻ്റെ ദേഹവിയോഗത്തിൽ വന്ന് സംബന്ധിക്കുവാൻ മുഴുവനായ ദൈവം എനിക്ക് നൽകിത്തന്ന സാവകാശം ദൈവത്തെ സ്തുതിക്കുന്നു.
ഈ തൻ്റെ മക്കളെയൊക്കെ പരിചയപ്പെടുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ ഈ പിതാവും മാതാവുമായിട്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പേ ബന്ധപ്പെടുവാൻ വൈവനായ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഈ പിതാവിൻ്റെ നാമത്തിലാണ് റോയ് പാസ്റ്റർ ഇവിടെ കടന്നു വരാനുള്ള കാരണം. അദ്ദേഹം വടക്കേന്ത്യയിൽ ശുശ്രൂഷിച്ചു എങ്കിൽ തന്നെയും ഈ പിതാവിനെയും മാതാവിനെയും സംരക്ഷിക്കുക എന്നുള്ള ചുമതല അങ്ങനെ കേൾക്കുകയും അത് ഞങ്ങൾ 2-3 വർഷം അതിനെക്കുറിച്ച് ആലോചിക്കുകയും ഇവിടുന്ന് ഒരാൾ കടന്നു പോയതിന് ശേഷം അല്ലെങ്കിൽ അങ്ങനെ വെളിയിൽ നിന്ന് ഒരാളിനെ എടുക്കാൻ പറ്റും, അങ്ങനെ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരികയും അതിനുശേഷം യേശുദാസും ബ്രദറും ഇവിടെ വന്ന് സ്ഥിരതാമസമായി. അങ്ങനെ അവർ പെൺമക്കളും അവരുടെ കഴിവിനും അനുസരിച്ചും അവർക്ക് ദൈവം കൊടുത്ത നന്മയ്ക്കനുസരിച്ചും ഈ മാതാവിനെയും പിതാവിനെയും അവരതുപോലെ നോക്കി. എവിടെ വെച്ച് കണ്ടാലും സ്നേഹത്തോടും വളരെ ബഹുമാനത്തോടും കൂടി ആരെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു പിതാവ്. ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവം വിളിച്ച് വേർതിരിച്ചു. ദൈവസന്നിധി വെച്ച് കാണാം എന്നുള്ളൊരു പ്രത്യാശയോടുകൂടി നമ്മളായിരിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കിന് ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ദീർഘവർഷങ്ങൾക്ക് മുമ്പേ ചർച്ചക്കോട് ദൈവസഭയുടെ വട്ടമണിലെ പാസ്റ്ററായിട്ടിരുന്നപ്പോൾ കടന്നുപോയി പ്രാർത്ഥിക്കുകയും എന്നെ ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ കരുതുകയും ചെയ്ത ഒരു പിതാവാണ് ഇപ്പോൾ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട് നിത്യതയിൽ പ്രവേശിച്ചിരിക്കുന്നത്. 90 വയസ്സ് വരെയും ജീവിച്ചിരുന്ന നല്ല തലമുറകളെ കണ്ട് സന്തോഷിപ്പാനുള്ള ഭാഗ്യം പിതാവിന് നൽകി. പ്രായാധിക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കന്മാരെ ശുശ്രൂഷിക്കുവാനുള്ള ഭാഗ്യം ലഭിക്കുന്നതും വളരെ നല്ലതാണ്. സ്തോത്രം. ഈ പ്രിയപ്പെട്ട പിതാവിൻ്റെ വേർപാടില് ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, ഈ ദീക്ഷിക്കലുള്ളതായ ദൈവദാസന്മാര്, ദൈവമക്കള്, അതിന് ചുമതലപ്പെട്ടവര് എല്ലാവർക്കും അതേ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയ റോയ് പാസ്റ്റർ, പ്രിയ യേശുദാസൻ ദേവദാസന്, ഇവിടെ ഉള്ളതായ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രത്യാശയെ അറിയിച്ചുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇഷ്ടം വിവിധ ഇടങ്ങളിൽ ഈ ശുശ്രൂഷ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരോടുള്ള ബന്ധത്തിൽ പലരും പ്രത്യാശയുടെ വാക്കുകൾ ഓർപ്പിച്ചിട്ടുണ്ട്. ചില പേരുകൾ ഞാനിവിടെ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. യുകെയിലായിരിക്കുന്ന പ്രിയപൈതൽ സഞ്ജിനി കുഞ്ഞുങ്ങൾ ഈ പ്രിയപിതാവിൻ്റെ വേർപാടിൽ ദുഃഖം അറിയിച്ചിട്ടുണ്ട്. പ്രിയ സുനിമാമയോടും വില്യംസാനും ബന്ധത്തിൽ പ്രിയ മകളാണ്. പുനലൂർ സഭയിൽ കർത്താവിൻ്റെ വേലയോട് ബന്ധമായിരുന്ന പാസ്റ്റർ PM തോമസ് അവറുകൾ വിളക്കുടി ദൈവസഭയുടെ ശുശ്രൂഷയിൽ ഇപ്പോൾ അമേരിക്കയിൽ പര്യടനത്തിലാണ്. ആ കർത്താവിൻ്റെ ദാസ കുടുംബമായി തൻ്റെ തലമുറകളും ഈ സമയത്തെ കുടുംബത്തോടുള്ള ദുഃഖത്തിൽ പങ്കുചേരുന്നവരെ അറിയിച്ചിട്ടുണ്ട്. തൊളിക്കോട് ദൈവസഭയോടുള്ള ബന്ധത്തിൽ ചിറക്കിലോട്ട് കുടുംബത്തിലുള്ള തലമുറകൾ, സാമച്ചാൻ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവർ അമേരിക്കയിലായിരിക്കുന്നു. രാവിലെ സമയം വിളിച്ച് അവരും ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും ഈ കുടുംബത്തെ അറിയിക്കണമെന്ന് ഓർപ്പിച്ചിട്ടുണ്ട്. ഹൈദരാബാദിലുള്ള ചന്ദ്രനഗർ സഭയും മച്ചാബെല്ലാറാം സഭയും ആ സഭയിലെ ശുശ്രൂഷകന്മാരും ദൈവമക്കളും പ്രിയ റോയ് പാസ്റ്ററുടെ ബന്ധത്തിൽ ഇവിടെ ശുശ്രൂഷയിലായിരുന്ന കാലഘട്ടമാണ്. ആ ദൈവസഭയും പ്രിയ പിതാവിൻ്റെ ദേഹവിയോഗത്തെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. ഇവരുടെ അനുശോചനം ഈ സമയത്ത് പരസ്യമായിട്ട് ഓർപ്പിക്കുന്നു. പ്രിയമാതാവ് മരിച്ച് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടിട്ട് 8 വർഷം തികയാണ്. പെട്ടെന്നായിരുന്നു പ്രിയമാതാവിൻ്റെ വേർപാട്. പ്രിയമാതാവിനെ ശുശ്രൂഷിക്കുവാൻ, വേണ്ടവണ്ണം ദീർഘനാളുകൾ സംരക്ഷിക്കുവാനോ ആ ഒരു ശുശ്രൂഷ ചെയ്യുവാനോ തൻ്റെ മക്കൾക്കോ പ്രിയപ്പെട്ടവർക്കോ അതിനുള്ള അവസരം കിട്ടിയില്ല. വളരെ ആരോഗ്യത്തോടെ കർത്താവിനെ ആരാധിച്ചു വരുന്ന സമയത്താണ് ഈ ഭവനത്തിൽ വെച്ച് താൻ പ്രിയപ്പെട്ട കർത്തൃ ചേർക്കപ്പെട്ടത്. പ്രാർത്ഥനാ ജീവിതമുണ്ടായിരുന്ന, വളരെ ആത്മീയ തീഷ്ണതയുണ്ടായിരുന്ന, അനുഗ്രഹിക്കപ്പെട്ട ഒരു മാതാവായിരുന്നു ആ പ്രിയ മാതാവ്. അതിനുശേഷം പ്രിയ പിതാവ് ശാരീരികമായിട്ട്
മാനസികമായും വളരെ തകർന്ന ഒരു അനുഭവത്തിലായി മാറി. ഇടയാളികൾ കൂട്ടാളികൾ തകർന്ന് മാറ്റപ്പെടുമ്പോൾ അതിൻ്റെ വേദന വലിയതാണ്. അത് മുതൽ താൻ വലിയ ഊർജ്ജസ്വലനല്ലായിരുന്നു എങ്കിലും കർത്താവിൻ്റെ നാമത്തോടുള്ള ബന്ധത്തിൽ ദൈവസ്ഥിതി കർത്താവിനെ ആരാധിക്കുന്നതിനുമൊക്കെ പ്രിയ കർത്താവിൻ്റെ ദാസൻ ആരോഗ്യമുള്ള സമയം വരെയും ദൈവ അവസരങ്ങൾ കൊടുത്തു. വാർദ്ധക്യെന്ന മാതാപിതാക്കൾ ദൈവസഭയിലുള്ളത് അനുഗ്രഹമാണ്. ചില നാളുകളായിട്ട് പ്രിയസ് മാമ ദുബൈയിലായിരുന്നത് കൊണ്ട് പ്രിയ പിതാവ് വില്യംസ് ചാനോട് സുനിമാമയോട് ചേർന്ന് തൊട്ടടുത്തുള്ള അവരുടെ ഭവനത്തിൽ വിശ്രമിച്ചു വരികയായിരുന്നു. ആ പ്രിയ സഹോദരങ്ങൾ വളരെ ആത്മാർത്ഥമായി പ്രിയ പിതാവിനെ സംരക്ഷിച്ചത്, ശുശ്രൂഷിച്ചത് ഞാൻ സാക്ഷിയാണ്. നന്നായി ശുശ്രൂഷിച്ചെന്നുള്ളതിന് ഞങ്ങൾ അത് അനുഭവസ്ഥരാണ്. ആ പ്രിയ പിതാവുമായി വന്ന് സംസാരിക്കുമ്പോൾ വളരെ ഫലിതങ്ങൾ പറയുന്നൊരു സ്വഭാവം പ്രിയ പിതാവിനുണ്ട്. രസകരമായി യാതൊരു പരിഭവവും കൂടാതെ നല്ല വാക്കുകൾ പറയുന്ന ഒരു അനുഭവത്തിൻ്റെ ഉടമയായിരുന്നു പ്രിയ പിതാവ്. വ്യാഴാഴ്ച രാവിലെ സമയം ഞങ്ങളുടെ ദൈവസഭയിൽ കർത്താവിനെ ആരാധിക്കുന്ന പ്രിയ അലക്സ് മാതാവ് 7 മണിക്ക് ലോകത്ത് പറഞ്ഞു. ആ ബോഡി മോർച്ചറി വെച്ച ശേഷം പ്രിയദാസാൻ അവിടെ ഉണ്ട്. ആ സമയത്ത് റോയ് പാസ്റ്റർ വിളിച്ചു പറഞ്ഞു, പ്രിയ പിതാവ് അല്പം ശാരീരികമായിട്ട് അസ്വസ്ഥത കാണിക്കുന്നു എന്ന് ഓർപ്പിച്ചു. ഞാൻ പ്രിയദാസാനും കൂടി ആ ഭവനത്തിൽ വന്നു. ആ സമയത്ത് വേണ്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്തതിനും അല്പം വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. അത് പ്രിയ പിതാവിന് നൽകി. അതിനുശേഷം ഞാൻ റോയ് പാസ്റ്ററോട് പറഞ്ഞു പ്രാർത്ഥിക്കുക. റോയ് പാസ്റ്റർ ദൈവസന്നിധി പ്രാർത്ഥിച്ചു. ദാസച്ചായനോട് പ്രാർത്ഥിക്കുവാൻ ഓർപ്പിച്ചു. പ്രിയ സഹോദരങ്ങളൊക്കെ ചുറ്റും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം ഞാൻ പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ കരത്തിൽ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ താൻ പ്രിയം വെച്ച കത്തുസ്ഥലയിലേക്ക് ചേർക്കപ്പെടുവാനിടയായി. വളരെ പ്രത്യാശയോടെ യാതൊരു മറ്റ് പ്രകടനങ്ങളും കാണിക്കാതെ ശാന്തമായി താൻ പ്രിയം വെച്ച കത്തുസ്ഥലയിൽ ചേർക്കപ്പെട്ടു. ദുഃഖത്തിലാകുന്ന പ്രിയപ്പെട്ടവരെ ഒക്കെ ദൈവം പ്രത്യാശയോടെ നിറയ്ക്കട്ടെ. ദുഃഖം കർത്താവിന്റെ ദാസന്മാർ നേരത്തെ ഓർപ്പിച്ചതുപോലെ നമുക്ക് മാനുഷ്യമായ വേർപാടുള്ള ദുഃഖമാണ്. ഇനിയും കാണാൻ കഴിയില്ലല്ലോ എന്നുള്ള ദുഃഖമല്ല, കാണാമെന്നുള്ള പ്രത്യാശയാണ് നമ്മെ ഭരിക്കുന്നത്. ദൈവം എല്ലാവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല എന്ന് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രിയ പിതാവിൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന ഭവനാംഗങ്ങളോട് ചേർന്ന ദുഃഖത്തിൽ ഈ പണിവേളയിൽ പങ്കുചേരുവാൻ ദൈവം നൽകി തന്ന അവസരത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തിയ ദൈവം 90 വയസ്സ് ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പാനും മക്കളോടും അവരുടെ കുടുംബങ്ങളോടും കൊച്ചുമക്കളോടും അവരുടെ മക്കളോടും ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവസഭയ്ക്ക് അനുഗ്രഹമായി തീരുവാനും കർത്താവ് അവസരങ്ങളെ നൽകി കൊടുത്തു. അങ്ങനെ വിവിധ നിലകളിൽ ഭാഗ്യാവസ്ഥയിൽ താൻ ആയിരിക്കുന്നു. ഇപ്പോഴും വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടി ആയിരിക്കാൻ കഴിഞ്ഞ നാളിൽ ആഗ്രഹിച്ചതുപോലെ കർത്താവിൻ്റെ സന്നിധാനത്തിങ്കൽ ഈ ഭൂമിയിലെ അധ്വാനമെല്ലാം അവസാനിപ്പിച്ച് വിശ്രമത്തിനായിട്ട് കടന്നുപോയിരിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ദൈവിക സമാധാനം കൊണ്ടും ആശ്വാസം കൊണ്ടും നിറയ്ക്കട്ടെ. പുല്ലൂർ സെൻറ്ററിലെ സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ സൺഡേ സ്കൂളിൻ്റെ പേരിലും ഞാൻ ശുശ്രൂഷയോടിരിക്കുന്നതായ ഈച്ചൻകുഴി IPC ദൈവസഭയുടെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലുമുള്ള എല്ലാ ദുഃഖവും അനുശോചനവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് ദൈവസഭയിൽ ഇരിക്കുന്നു. ദൈവം നല്ല സഹായിക്കും. നാമം ഈ വാഴ്ത്തുമാറാകട്ടെ. പ്രിയ പിതാവിൻ്റെ ദുഃഖത്തിൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ കടന്നു വന്ന് അവരെ ആശ്വസിപ്പിക്കുവാനും ദുഃഖത്തിൽ പങ്കുചേരുവാനുമായി സ്വർഗത്തിലെ ദൈവം അനുവദിച്ച ഈ നല്ല അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. എൻ്റെ 10ാമത്തെ വയസ്സിൽ പ്രിയ പിതാവിനോടും മാതാവിനോടും ഒരുമിച്ച് വട്ടമണ്ണിൽ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ പിതാവ് കടന്നു വന്ന സമയം മുതൽ ഈ കുടുംബവുമായി ഞങ്ങൾക്ക് ബന്ധമുണ്ട്. അന്ന് അവർ സമുദായത്തിൽ നിൽക്കുന്ന സമയമാണ്. എന്നാൽ പിൽക്കാലത്ത് കർത്താവിനെ അവരക്ഷയമായി സ്നേഹിപ്പാനും സേവിപ്പാനും യഥാർത്ഥ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുവാനും ദൈവം ഇടയാക്കി. ചെറുപ്രായത്തിൽ തന്നെ അവിടുത്തെ മൂത്ത മകനായ ദാസ്, റോയി, ആ കുടുംബത്തിലുള്ള സഹോദരി ദാനമായി കൊടുത്ത പെൺമക്കൾ
എല്ലാവരുമായി അവർ സമുദായത്തിലായിരുന്നെങ്കിലും അടുത്ത് താമസിച്ച മുഖാന്തരം വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ ഞങ്ങളുടെ ബാല്യകാലങ്ങൾ ചെലവിടുവാൻ ദൈവമിടയാക്കി. മോശ തൻ്റെ സഹോദരനായ പ്രാർത്ഥിക്കുമ്പോൾ അതിലിങ്ങനെയാണ് താൻ പറയുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്നും അരുളി ചെയ്യുന്നു. മനുഷ്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. പൊടിയിലേക്ക് മടങ്ങിച്ചേരണമെങ്കിൽ അതിനു മുമ്പായി ഒരു തുടക്കം ആവശ്യമാണ്. ദൈവത്തിലെ പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അവനെ എടുത്തതായ എവിടെ നിന്ന് അവനെ എടുത്തു ഉത്ഭവിപ്പിച്ചു അവിടെ മടങ്ങിപ്പോയി മതിയാകുകയുള്ളൂ. ആമേൻ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ആ ഉയർപ്പിന്റെ അനേക വിശ്വാസന്മാരോട് ഒരുമിച്ച് ഈ പ്രിയ പിതാവിനെ കാണാമെന്നുള്ള വിശ്വാസ പ്രത്യാശയം നമുക്കുണ്ട്. സകല ബുദ്ധി കവിയുന്ന ദൈവിക സമാധാനത്താൽ ദൈവം ഈ കുടുംബാംഗങ്ങളെ എല്ലാവരെയും, മക്കളെയും കൊച്ചുമക്കളെയും മരുമക്കളെയും എല്ലാവരെയും നിറക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ കുടുംബം ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഞാൻ പ്രധാനം അയർലൻഡിലുള്ള എല്ലാ മക്കളും പത്തനാപുരം സെന്ററും ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. നേതൃത്വം കൊടുക്കുന്ന വാത്സല്യ പാസ്റ്റർ ജേക്കബ് ജോർജ് പാസ്റ്റർ, ജെയിംസ് ജോർച്ചാൽ, മറ്റെല്ലാ എല്ലാവരും ഓർ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ഭവനത്തിലെ പ്രത്യാശയുടെ വാക്ക് പറയുവാൻ ദൈവം എനിക്കും കൃപ ചെയ്തു. ഓർ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഏതാണ്ട് 91 മുതൽ പാസ്റ്റർ കുട്ടനാട് പഠിക്കുന്ന സമയം തൊട്ട് ഈ കുടുംബമായി പ്പെടുവാൻ എനിക്കിടയായിട്ടുണ്ട്. 92 ആൻഡമാനിൽ ഹാർട്ട്ബിയിൽ IPC സഭയുടെ ശുശ്രൂഷനായിരിക്കുമ്പോൾ ആ കാലയളവിലാണ് പ്രിയ സ്വർണിമാമ ഞാൻ ശുശ്രൂഷിക്കുന്ന ആൻഡമാൻസിലെ ആ സഭയിലേക്ക് വരുവാനായത്. ഒരു മർത്തോമക്കാരിയായിട്ടാണ് അന്ന് തുടരുവിൽ പ്രിയ മാമ കടന്നു വരുവാനിടയായത്. കൃപയാ മാമയെ ജ്ഞാനപ്പെടുത്തുവാനും അന്ന് മുതൽ പ്രിയ ഇന്ന് UK-യിലുള്ള സൂര്യൻ വളരെ ആശ്വാസമായിരുന്നു. പുറകിലെ ഇലുമിടാനും ദൈവത്തെ അറിയാനും കൂട്ടായ്മ തുടരുവാൻ കർത്താവിടെയാക്കി. വരുന്ന നാട്ടുകളിലും ഈ ഭവനത്തിലെ മാതാപിതാക്കൾ വന്ന് കാണുവാനും പ്രാർത്ഥിപ്പാനും പ്രിയ സഹോദരങ്ങളുമായി കൂട്ടായ്മ ആചരിപ്പാനും ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും ഈ വാത്സല്യ കുടുംബത്തിലെ മക്കൾ ഒന്നിച്ച് കൂട്ടായ്മ ആചരിപ്പാനും ഒക്കെ കർത്താവിലാക്കിയിട്ടുണ്ട്. അതെ, കഴിഞ്ഞ ചൊവ്വാഴ്ച ഈ പ്രിയ പിതാവിനെ ഒന്ന് കാണുവാനിടയായി പ്രാർത്ഥിച്ചിട്ട് കടന്നുപോയി. ദൈവത്തിന് സമയമായപ്പോൾ ദുഃഖവും പ്രയാസമില്ലാത്ത ദൈവം ചേർത്ത് കൊണ്ടതിനായി ദൈവത്തെ മനുഷ്യർക്കായി നിയമിക്കുന്നല്ലോ. ദൈവാഗ്രഹങ്ങളൊക്കെ ആ ദൈവത്തെ കാണുവാനും ദൈവത്തെ കടന്നുപോകാൻ കർത്താവിടെയാകുമല്ലോ. ദുഃഖത്തിൽ തന്റെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. ഞാൻ ഇപ്പോൾ ചെയ്യുന്ന സേലത്തുള്ള വർഷിപ്പ് സെന്ററിന്റെയും ചേർന്ന സഭകളുടെ വിശോചനം പ്രത്യാശ അറിയിച്ചുകൊണ്ട് ബന്ധത്തില് കടന്നു വേദിയിലായിരിക്കുന്നതായ ദാസന്മാർക്കും മറ്റുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാവർക്കും വേഗം അറിയിക്കുകയാണ്. പിതാവ് എപ്പോഴും ആത്മീയ പശ്ചാത്തലത്തിൽ മുന്നിലായിരുന്നു. മക്കളെ കൊച്ചുമക്കൾക്ക് ദാനമായി കൊടുത്തു. അവരൊക്കെയും ആത്മീയ മണ്ഡലത്തിൽ മുന്നിൽ പ്രവർത്തിക്കുന്നു. റോയ് ജോൺ പാസ്റ്റർ, അതുപോലെ ജോൺ യേശുദാസ് സ്പോൺസർ പ്രവർത്തിക്കുന്നത് മാത്രമല്ല അനേകർക്ക് ആശ്വാസമായും നിരാശയുടെ വാതിൽ കൊടുക്കാനൊക്കെ ഒരു കുടുംബമാണ്. എല്ലാവർക്കും ആശ്വാസം പറയുവാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കൊരു പ്രത്യാശയുണ്ട്. ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിരുദ്ധമാണ്. കഷ്ടമില്ലാത്ത ദുഃഖം കടന്നു പോയിരിക്കുകയാണ്. വരും ദിവസങ്ങളിലും ഓർത്ത് പ്രാർത്ഥിപ്പാണ്. കുടുംബത്തെയും ഇപ്പോൾ പ്രവർത്തിക്കുന്നതിന്റെയും എന്റെ വാക്കുകൾ ഇരുന്നുകൊള്ളുന്നു. എല്ലാവരെയും ലോകത്തിൽ നാം
അന്ന് മണിയാണ് ഞാൻ ജനം പിൻപറ്റി നമുക്കും കർത്താവിന് വേണ്ടി സെക്ഷൻ 29 നാമത്തിലുള്ള പങ്കുകൊണ്ട് മഹത്വം പ്രത്യാശ നിൽക്കുന്ന ഈ ഭരണത്തിൽ നമുക്ക് കർത്താവ് ദൈവത്തിന് ദൈവത്തിന് ഒരു സന്തോഷത്തിന്റെ വേളയിലും ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ഇവിടെ ആയിരിക്കുന്നത് ദൈവത്തിന് മുന്നോട്ട് പോകുവാൻ പിതാവ് കഴിയുന്നത് വളരെ കാര്യമാണ്. എനിക്ക് മുമ്പേ ചേർക്കുകയുണ്ടായി. മാതാവിനെ ഉടമയായിരുന്നു എന്നുള്ളത് പ്രിയ പിതാവിനെ സംബന്ധിച്ച് വളരെ ഉത്സാഹത്തോടെ വിശ്വസതയോടെ കുടുംബകാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രാർത്ഥനാവീരനോ ഞാൻ തന്നെയും പിതാവിന് കഴിയും എന്നുള്ളത് വളരെ സത്യമായ കാര്യമാണ്. ഞാൻ ചെയ്യുന്ന കർത്താവിന്റെ ദാസന്മാരുടെയും വിശ്വാസ സമൂഹങ്ങളുടെയും മാത്രമല്ല എന്റെ കുടുംബം
ദാസൻ അതേ പ്രത്യാശയും ഈ അറിയിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് ആശീർവദിക്കട്ടെ, ധൈര്യപ്പെടുത്തട്ടെ, അനുദിനം വർദ്ധിച്ചുകൊള്ളുവാൻ ഇടയായിത്തീരട്ടെ എന്ന് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ ചുമതലക്കാർക്ക് കൊണ്ട് ഞാൻ മക്കൾക്ക് ഇവിടെ കുറിക്കുന്നു. കാണുവാൻ ഈ പ്രദേശത്തെ കുടുംബമായി പരിചയങ്ങൾ ശ്രമിക്കുന്നു. 70 നരിക്കിൽ നിന്നും അദ്ദേഹം ആ കാളവണ്ടി ഈ വഴിയെ പോകുന്നത് വളരെ വ്യക്തമായിരുന്നു. ഇതുപോലുള്ള വഴികൾ കാലഘട്ടത്തിൽ കാളവണ്ടി കൊടുത്ത് അങ്ങ് കുറുമ്പുകര പത്തനാപുരം ആ കാളവണ്ടി സഹായിച്ചതിനെ കുറിച്ച് ഓർമ്മ നഷ്ടപ്പെടുന്നതിന് മുമ്പേ ഒരിക്കൽ ആശാൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. സ്മരണിക്കുക, അദ്ദേഹം പ്രകാശിപ്പിച്ചപ്പോൾ വായ്പാ ഓർമ്മയിൽ തെളിഞ്ഞ ഈ പ്രിയ പിതാവിനെ പിന്നീട് ഞാൻ ചോദിച്ചാൽ നിത്യത്തിൽ പ്രിയപ്പെട്ടവൾ പ്രിയ മറിയാമ്മയെ കുറിച്ച് തന്റെ പ്രാർത്ഥന ജീവിതത്തെ കുറിച്ചും നല്ല ജീവനം പിതാവ് അധ്വാനം ചെയ്യുക തന്റെ അധ്വാനപരമായ ഭാഗങ്ങൾ അന്നത്തെ കാലങ്ങളിൽ എത്തിച്ച് തന്റെ കാര്യത്തെ കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവത്തിന്റെ മഹത്വമാകട്ടെ. ദീർഘവർഷങ്ങളായി 2-3 പ്രിയപ്പെട്ട ഒരു ബഹുമാനത്തിലാണ് ദൈവത്തിന്റെ മഹത്വം. അനേക ആളുകൾ അവിടെ തൊഴിൽ പലരെയും ആ രാജ്യം ടെർമിനേറ്റ് ചെയ്യും പിരിച്ചപ്പോൾ ആമേൻ ഇറ്റ്സ് നോട്ട് ടെർമിനേഷൻ ബട്ട് എ ട്രാൻസിഷൻ ഫ്രം എ ടെൻറ്റ് ഈ താൽക്കാലികമായ അഴിഞ്ഞുപോയ കൂടാരത്തിൽ നിന്നും ബിൽഡിങ്ങിലേക്ക് അടിസ്ഥാനമുള്ള മനോഹരമായ സൗധത്തിൽ there are so many mansions there. Yes, there are so many mansions there. അച്ഛന്റെ പല്ലിരിപ്പുണ്ട്. അതെ അച്ഛൻ വീട്ടിലോ അച്ഛൻ അനന്തര വീട്ടിലോ പോയല്ല.
തികഞ്ഞ പ്രത്യാശയും ഞാൻ ഈ സമൂഹത്തോടും ഈ ഭവനത്തോടും കൈമാറുന്നു. ദൈവം അനുഗ്രഹിക്കുന്ന എൻ്റെ സഹാടിയും ആദരണീയമായ നിങ്ങളോട് സംസാരിക്കുമല്ലോ.